السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آباء بعولتهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يغضبن بأرجلهن ليعلم ما يخفين من زينتهن. وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين.
الدنيا كلها متاع وخير متاعها المرأة الصالحة صدق محمد رسول الله صلى الله عليه وسلم إذا لم تكن في منزل المرء حرة تدبيره ضاعت مصالح داره على أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. സഹൃദയരായ സഹോദര സഹോദരിമാരെ, ഓമശ്ശേരി തെച്ചാട് അൽ ഇർഷാദിന്റെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ മഹത്തായ പ്രഭാഷണ പരമ്പരയിൽ ഇന്നലെ നാം നല്ല ഭർത്താവ് എന്ന വിഷയം അവതരിപ്പിച്ചപ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയമാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച ഏറ്റവും നല്ല ഒരു വചനമാണ് അദ്ദുന്യ കുല്ലുഹാ മതാഅ വ ഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹ. ഈ ദുനിയാവ് മുഴുക്കെ വളരെ പ്രധാനപ്പെട്ട പല വസ്തുക്കളുമാണ്. വഖൈറു മതാഇഹ അൽ മർഅതു സ്വാലിഹ. പ്രധാനപ്പെട്ട പലതും കൂടിയതാണ്. അതിന്റെ ആകത്തുകയാണ് ദുനിയാവെന്ന് പറഞ്ഞിട്ട് മുത്തുനബി പറഞ്ഞു, അതിലേറ്റവും പ്രധാനപ്പെട്ട സാധനം, ഈ ഭൂമി ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു അൽ മർഅതു സ്വാലിഹ, നല്ല ഒരു ഭാര്യ, നല്ല ഒരു പെണ്ണ്. അതാണ് ഈ ദുനിയാവിന്റെ അഴക്. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുമാണോ? സത്യത്തിൽ ആദ്യ പിതാവ് എന്നുള്ള നിലക്ക്, മനുഷ്യലോകത്തിന്റെ തുടക്കം എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാം, അവർക്ക് മാത്രം സ്വർഗം കാണിച്ചു കൊടുത്താൽ മതി. പക്ഷെ ആ സ്വർഗത്തിലേക്ക് ആദമിനെ വിടുമ്പോൾ അല്ലാഹു പറയുന്നത്, യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദമേ, നിങ്ങൾ ഈ സ്വർഗത്തിൽ പോയിട്ട് സമാധാനപൂർവം ജീവിച്ചോളൂ. ഉസ്കുൻ, വല്ലാത്ത ഒരു വാക്കാണത്. ഉസ്കുൻ, സുക്കൂനോടുകൂടെ ജീവിച്ചോളൂ, സമാധാനത്തോടെ. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എന്ത് ശാന്തിയാണ്, സമാധാനമാണ് എന്ന് ആദം അലൈഹിസ്സലാം തിരിച്ചു ചോദിക്കാൻ ഒരവസരം കൊടുക്കാതെ അള്ളാഹു പറയുന്നു, വസൗജുക്, അങ്ങയുടെ ഇണയും. എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവണമെങ്കിൽ, പുരുഷന്റെ ജീവിതം അത് സമാധാനപൂർണമാകണമെങ്കിൽ ഒരിണയുടെ സാന്നിധ്യം അത്യാവശ്യമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മുടെ വീടുകൾക്ക്
മസ്കൻ എന്ന ആ പദം തന്നെ വന്നത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് കാണാം. വീടിനുപയോഗിക്കുന്ന പദം മസ്കൻ എന്നാണ്. ഈ മസ്കൻ എന്ന് പറയുന്ന ഈ ഒരു പദം എന്തുകൊണ്ടാണ് നമ്മൾ താമസിക്കുന്ന വീടുകൾക്ക് പറയാനുള്ള കാരണം? അത് ഏതെങ്കിലും ലോഡ്ജ് മുറികൾക്ക് പറയാൻ പറ്റിയ പേരല്ല. സുക്കൂനുള്ള സ്ഥലം, ശാന്തിനികേതമായി നിൽക്കുന്ന സ്ഥലം എവിടെയാണോ അതാണ് വീട്. എന്താണ് ആ വീട്ടിലുള്ള സുക്കൂൻ? അവിടുത്തെ സമാധാനം എന്താണ്? എത്ര കുഴങ്ങി തളർന്ന് ക്ഷീണിച്ച് ടെൻഷന്റെ കാർമേഘങ്ങൾ മൂടിയ ഹൃദയവുമായിട്ട് കടന്നുവരുന്ന പുരുഷനും പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം തന്റെ പ്രിയപ്പെട്ടവൾ കയ്യിൽ കൊണ്ടുവന്ന് വെച്ചുകൊടുക്കുമ്പോൾ അവന്റെ എല്ലാ ക്ഷീണവും അവൻ മറക്കും. അവന്റെ ക്ഷീണഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാൻ പറ്റിയ അത്താണിയാണ് അവന്റെ ഭാര്യ. ലിതസ്കുനു ഇലൈഹ, ഖുർആൻ പറഞ്ഞു. നിങ്ങൾക്ക് ശാന്തി തേടി ചെല്ലാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം വർഗത്തിൽ നിന്ന് ഇണകളെ സംവിധാനിച്ചു തന്നത്. ഇന്നലെ ആ ഭാഗത്തേക്ക് ഞാൻ സൂചന നൽകിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ വീടുകളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ശാന്തിനികേതങ്ങളായ നമ്മുടെ വീടുകൾ പലപ്പോഴും ശാന്തിയില്ലാത്ത വെറും വീടുകളായി മാറിയിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞത് ആദം നബി അലൈഹി ഇസ്ലാമിനോട് ഹവ്വായിന്റെ ഒപ്പം പോയിട്ട് സുഖമായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചോന്നാണ്. മനുഷ്യരോട് മൊത്തമായിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വർഗത്തിൽ നിന്ന് ഇണകളെ നൽകിയത് സമാധാനത്തിനും ശാന്തിക്കും വക നൽകാൻ വേണ്ടിയാണ്. എല്ലാം ശരി. പക്ഷേ ഉസ്താദെ, ഞാനിതെന്നാണോ കെട്ടിയത് അന്ന് മുതൽ എന്റെ തലവേദന മാറിയിട്ടില്ല എന്ന് പറയുന്നവരും കൂട്ടത്തിലുണ്ടാവും. അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് ഹബീബിന്റെ വാക്ക്, അൽ മർഅതു സ്വാലിഹ, അൽ മർഅതു സ്വാലിഹ. ഏറ്റവും നല്ല പെണ്ണ്, നല്ല പെണ്ണ്, നല്ല ഭാര്യയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സുക്കൂൻ, സമാധാനം അവന് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവന്റെ വീട് പിന്നീട് മസ്കനല്ല. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായ ആയത്തുകള്, ഹദീസുകള് അതൊക്കെ കടന്നു വരുന്നുണ്ട്. അത് കടന്നു വരുമ്പോൾ ഞാനത് പ്രതിപാദിക്കുകയും ചെയ്യാം. എന്തായാലും പെണ്ണ് നന്നാവണം. പെണ്ണ് നന്നായില്ലെങ്കിൽ സംഗതി മഹാവിഷമമാണ്. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളെ കേൾപ്പിച്ചു. ഇദാ ലം തകുൻ ഫീ മൻസിലിൽ മർഇ ഹുറതു തുദബ്ബിറുഹു ളാഅതു മസാലിഹു ദാരിഹി. ഒരു കവി പറഞ്ഞതാണ്, 100% അത് ശരി. കുല്ലുകും ബാഇൻ ഇദാ ലം തകും ഫീ മൻസിലിൽ മർഇ ഹുറതു. ഒരു മനുഷ്യന്റെ വീട്ടിൽ ഒരു പെണ്ണില്ലെങ്കിൽ, തുദബ്ബിറുഹു, ആ വീട് നിയന്ത്രിക്കുന്ന ഒരു പെണ്ണ് ആ വീട്ടിലില്ലെങ്കിൽ, വീടിന്റെ നിയന്ത്രണോ ആത്യന്തികമായി അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചത് പെണ്ണിനെയാ. ആ പെണ്ണിനെയും കൂടെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം പുരുഷന് കൊടുത്തു. പക്ഷെ മൊത്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് സ്ത്രീയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സ്ത്രീ അടങ്ങുന്ന, ആ വീട്ടുമ്മ അടങ്ങുന്ന എല്ലാവരെയും നിയന്ത്രിക്കേണ്ട ആളാണ് പുരുഷൻ. അത് മറ്റൊരു സംഗതി. വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും കണ്ണെത്തേണ്ട ഒരാള് പെണ്ണാണ്. നിബിതങ്ങൾ പറഞ്ഞു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. എല്ലാവരും ബാധ്യതകളുള്ളവരാണ്, ഉത്തരവാദിത്തങ്ങളുള്ളവരാണ്. അവരവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓരോരുത്തരോടും ചോദ്യം ചെയ്യപ്പെടും. ആ ഉത്തരവാദിത്തങ്ങളിൽ അവരവരുടേതായ റോൾ അത് അവർ അഭിനയിച്ചിട്ടുണ്ടോ, അത് അവർ വേണ്ടതുപോലെ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നവരോട് ചോദിക്കുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞിട്ട് വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ, ഭർത്താവിന്റെ വീട്ടിലെ കാര്യം നോക്കേണ്ടവളാണ്, ആ വീട്ടുത്തരവാദിത്തങ്ങൾ ഉള്ളവളാണ്.
പെണ്ണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ പറഞ്ഞത്, അവന്റെ വീടിലെ കാര്യങ്ങൾ നിയന്ത്രിച്ച് എല്ലാ ഭാഗത്തും കണ്ണെത്തി ആ വീടിനെ നിയന്ത്രിക്കുന്ന ഒരു നല്ല പെൺകുട്ടി ഒരാൾക്ക് അയാളുടെ വീട്ടിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അയാളുടെ വീടിന്റെ മുഴുവൻ ഗുണങ്ങളും നഷ്ടപ്പെട്ടു. പെണ്ണ് നന്നായാൽ ആ വീട് മൊത്തം നന്നാവും. അല്ലേ? അടുക്കളയിലൊന്നും പോയി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആ വീട്ടിലെ പെണ്ണ് നന്നോ എന്നറിയാൻ സിറ്റൗട്ടിൽ പോയിരുന്നാൽ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നല്ല ഒരു പെണ്ണാണെങ്കിൽ, ശുചിത്വബോധമുള്ള ഒരു പെണ്ണാണെങ്കിൽ ആ സിറ്റൗട്ട് നല്ല വെടിപ്പും വൃത്തിയും ഉണ്ടാവും. വീട്ടിലെ ഓരോ ഭാഗത്തും വീടിന്റെ മുറ്റം നോക്കിയാൽ ഈ വീട്ടിലെ പെണ്ണ് എത്ര നന്ന് എന്നറിയാം. വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്ന ഗ്ലാസ് കണ്ടാൽ അറിയാം ആ പെണ്ണ് എത്ര നന്നോ. കിച്ചണിലുള്ള പെണ്ണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നല്ല ഒരു പെണ്ണില്ലെങ്കിൽ ആ വീട്ടിലെ മൊത്തം കാര്യം അവതാളത്തിലായിരിക്കും. വീട് നിയന്ത്രിക്കുന്നത് പെണ്ണാണ്. പെണ്ണ് മനസ്സ് വെച്ചെങ്കിലേ വീട് നന്നാവൂ. സത്യമാണത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കിട്ടിയേക്കാവുന്ന ഏറ്റവും വലിയ നിധി, കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ നിധി സ്വാലിഹത്തായ ഒരു ഭാര്യയെ കിട്ടലാണ്. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബിനികൾ അള്ളാഹു നന്നാക്കി തരട്ടെ. കല്യാണം കഴിക്കാത്തവർക്ക് അള്ളാഹു നല്ല കുടുംബത്തെ അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ആണിനും പെണ്ണിനും നല്ല ഇണകൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണിത്. അപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വാലിഹത്തായ പെണ്ണ് എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ ഈ ഭൂമി ലോകത്തെ ഏറ്റവും വിലമതിക്കാനാവാത്ത സാധനമാണ് എന്ന് പെണ്ണിനെപ്പറ്റി പറഞ്ഞെങ്കിൽ ആ പെണ്ണ് അങ്ങനെ ആയിത്തീരാൻ ഒരുപാട് കഷ്ടപ്പെടണം. ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിനോടുള്ള ബാധ്യതകൾ, അവളുടെ മക്കളോടുള്ള ബാധ്യതകൾ, ആ ഭർത്താവിന്റെ ഉമ്മയോടും ബാപ്പയോടുമുള്ള ബാധ്യതകൾ, അയൽക്കാരോടുള്ള ബാധ്യതകൾ, ഇതൊക്കെ വരുന്നുണ്ട്. എല്ലാം കൂടെ ചർച്ച ചെയ്യാൻ ഇവിടെ സമയം കിട്ടൂല. ഇന്ന് നല്ല ഭാര്യ എന്ന് പറയുമ്പം ഭർത്താവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഭർത്താവിനോടുള്ള ഭാര്യയുടെ ബാധ്യതകൾ വളരെ വലുതാണ്. ചെയ്തു തീർക്കാൻ കഴിയാത്ത ബാധ്യതകളാണ്. ഇന്നലെ നമ്മൾ നല്ല ഭർത്താവ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമുക്കിത് ചെയ്തു തീർക്കാൻ പറ്റില്ല. എന്നാൽ ഒരു പെണ്ണ് നല്ല ഒരു പെണ്ണാവുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രയാസപ്പെട്ട് ആയിത്തീരേണ്ട ഒരു സംഗതിയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രഭാഷണം കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഈ കേൾക്കുന്നതിലൊരു ഭാഗമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം ശ്രമിക്കണം എന്ന് പ്രത്യേകം പറയുകയാണ്. ചെയ്തു തീർക്കാൻ പറ്റൂല എന്ന് പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭർത്താവിനോടുള്ള കടപ്പാടുകൾ വിശദീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ പൊള്ളുന്ന വചനങ്ങൾ അത് വളരെ കടുപ്പമുള്ളതാണ്. ഒരു പെണ്ണ് അടുക്കളയിൽ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവളുടെ ഭർത്താവ് അവളെ ബെഡ്റൂമിലേക്ക് വിളിക്കുന്നത്. എങ്കിൽ അവൾ തിരക്കിട്ട ജോലിയിലാണ് എന്ന് പറഞ്ഞ് ഞാൻ ബിസിയാണ് എന്ന് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ ദഅ അർ-റജുലു ഇംറഅതഹു ലിഹാജതിഹി, ഒരു പുരുഷൻ അവന്റെ ഭാര്യയെ അവന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണെങ്കിൽ, വിളിച്ചാൽ എപ്പോഴാണോ വിളിക്കുന്നത് ഫൽതഅ്തിഹി, ഉടനെ അവൾ അവിടെ ഹാജരാവണം, അവന്റെ അടുത്തെത്തിക്കൊള്ളണം. വൈൻകാനത്ത് അലത്തന്നൂർ, അവൾ അടുപ്പത്ത് തിരക്കിട്ട ജോലികളിലാണെങ്കിലും സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ദഅ അർ-റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി, ഒരു മനുഷ്യൻ അവന്റെ ഭാര്യയെ അവന്റെ ബെഡിലേക്ക് വിളിച്ചു, വിരിപ്പിലേക്ക് വിളിച്ചു. ഫലം തഅ്തിഹി, അവൾ പുറംതിരിഞ്ഞു നിന്നു, അവൾ അനുസരിച്ചില്ല, അവൾ അവിടെ ചെന്നില്ല, അയാളുടെ വിളിക്ക് ഉത്തരം നൽകിയില്ല. ഫബാത ഗൾബാന അലൈഹാ,
ആ രാത്രി മുഴുവൻ അയാൾ അവളോട് കോപിച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ ലഅനത്തുഹൽ മലായികത്തു ഹത്താ തുസ്ബിഹ, നേരം പുലരുവോളം അല്ലാഹുവിന്റെ മലക്കുകൾ, ഒരു തെറ്റും ചെയ്യാത്ത അല്ലാഹുവിന്റെ മാലാഖമാർ ഈ പെണ്ണിനെ ശപിച്ചുകൊണ്ടേയിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇത്തരം പരസ്പര സഹകരണമൊക്കെ യഥാർത്ഥത്തിൽ ഒരു പുരുഷന്റെ ഭാഗത്ത് നിന്ന് പെണ്ണിനും വേണ്ടതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നില്ല. പറയുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടർക്കും ഇത് ബാധകമാണെങ്കിലും ഒരു പെണ്ണിന് ആണിനോടുള്ള കടപ്പാട് ആണിന് പെണ്ണിനോടുള്ള കടപ്പാടിനേക്കാൾ എന്നും വലുതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി ഇത് രണ്ടും 50-50 എന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ. വിഷയം അങ്ങനെയാണ്. വളരെ വലിയ ബാധ്യതകളാവുള്ളത്. നിർബന്ധമായിട്ടും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ഇതോർത്തുകൊണ്ടായിരിക്കണം ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. കാരണം എന്താ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇവളെയും ഇവന്റെ മക്കളെയും എല്ലാം നോക്കിപ്പോറ്റേണ്ടത് പുരുഷനാണ്. ആ ബാധ്യതകളൊക്കെ ഇവന്റെ തലയിൽ കിടക്കുകയാണ്. എല്ലാം ഇവന്റെ തലയിലാ കിടക്കുന്നത്. ഉത്തരവാദിത്ത ഭാരങ്ങൾ ധാരാളമുള്ളയാളാണ്. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ആ സ്ത്രീക്ക് ഈ ഒരൊറ്റ ആളുടെ കാര്യമാണ് പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത്. വല്ലതും സമ്പാദിക്കണം എന്നുള്ള ചുറ്റുപാടോ അത്തരം മാനസിക തിരക്കുകളോ അതൊന്നും സ്ത്രീയെ അലട്ടുന്നില്ല. സ്ത്രീക്ക് തന്റെ ഭർത്താവ്, തന്റെ ഭർത്താവിന്റെ മക്കള്, അവരെ എങ്ങനെയൊക്കെ, തന്റെ മക്കളെയും ഭർത്താവിനെയും എങ്ങനെയൊക്കെ നോക്കണം, അവരെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കണം, ഈ ഒരൊറ്റ മാറ്ററേ പെണ്ണിന് ആലോചിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞതും ഇദാ സ്വല്ലത്തിൽ മർഅതു ഹംസഹാ, ഒരു പെണ്ണ് 5 നേരം നിസ്കരിച്ചു, വസാമത്ത് ശഹ്റഹാ, റമദാൻ മാസത്തിലല്ലേ നിർബന്ധ നോമ്പുള്ളൂ, ആ റമദാൻ മാസത്തിൽ അവൾ നോമ്പ് നോറ്റു. 5 വക്തേ നിർബന്ധ നിസ്കാരമുള്ളൂ. അവ നിർബന്ധമായ 5 നേരം നിസ്കരിച്ചു, നിർബന്ധമായ റമദാനിലെ നോമ്പ് നോറ്റു. എന്നാൽ വഅതാഅതു സൗജഹാ, അവളുടെ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. കാരണം അവൾക്ക് നാട്ടിലെ കാര്യം നോക്കാനുണ്ടാവില്ല, പള്ളിന്റെ കാര്യം നോക്കാനില്ല, മദ്രസയുടെ കാര്യം നോക്കാനില്ല, മറ്റു കാര്യങ്ങളൊന്നും അവളുടെ മേൽ വരുന്നില്ല. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബാധ്യതകളുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഭർത്താക്കന്മാരെ പറ്റി പറയുമ്പോൾ ഭർത്താവിനോടുള്ള ബാധ്യതകൾ കൂടുതലായി അവതരിപ്പിക്കാൻ കാരണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രത്യേകം അറിയിക്കുകയാണ്. അത് നിങ്ങളെ തരം താഴ്ത്തലല്ല, നിങ്ങളെ കൂടുതൽ പരിഗണിക്കപ്പെട്ടതാണ് യഥാർത്ഥത്തില്. ഒരിക്കലും തരം താഴ്ത്തുകയല്ല. പുരുഷന് ഒരുപാട് സംഗതികളുമായി ബന്ധപ്പെടണം. അവൻ മണ്ണുമായി ബന്ധപ്പെടേണ്ടവനാണ്. പുരുഷൻ കാഷ്ടവും മൂത്രവും മണ്ണും വളവും ഇതൊക്കെ ആയിട്ടാണ് അവന്റെ ജോലികൾ നേരം വെളുത്താ വരുന്നത്. എല്ലാം പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കെന്നും പരിചരിക്കാനുള്ളത്, അവർക്ക് ആലോചിക്കാനുള്ളതും മനുഷ്യരുടെ കാര്യങ്ങളെക്കുറിച്ചാണ്. ഭർത്താവ് എന്ന നിലയിൽ, അമ്മോശൻ എന്ന നിലയിൽ, അമ്മായിയമ്മ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ അവരുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉഷാറാക്കണമെന്നാ ചിന്തിക്കേണ്ടത്. അവള് നേരം വെളുത്താൽ വൈകുന്നേരം വരെ വളത്തിൽ കളിക്കേണ്ട ആവശ്യമില്ല, കൃഷി ചെയ്യേണ്ട കാര്യമില്ല, മണ്ണിലിറങ്ങി കാലിലും കയ്യിലും ചളിയാക്കേണ്ട ആവശ്യമില്ല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ഏറ്റവും ഉത്തമ വിഭാഗമായ മനുഷ്യ മക്കള്, അത് ചിലപ്പോൾ മക്കളെന്ന നിലക്കായിരിക്കാം, ഭർത്താവ് എന്ന നിലക്കായിരിക്കാം, അമ്മായിമ്മ എന്ന നിലക്കായിരിക്കാം, അമ്മോശൻ എന്ന നിലക്കായിരിക്കാം, ഇവരെയൊക്കെ പരിചരിക്കാനുള്ള ഭാഗ്യമാണ് പെണ്ണിന് അല്ലാഹു കൊടുത്തത്. തീർച്ചയായിട്ടും പെണ്ണ് 2ാം നമ്പറാവുകയല്ല, അവൾ 1ാം നമ്പറായി ഉയരുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ടാ പറഞ്ഞത്, വഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹ, ഈ സ്വാലിഹായ പെണ്ണാകണമെങ്കിൽ എന്തു ചെയ്യണം? വളരെ പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിച്ചോളൂ, വളരെ പ്രധാനമായി ചിന്തിക്കാനുള്ളത്,
സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു നിലക്കും തന്നെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കഴിവിലൊതുങ്ങാത്ത കാര്യങ്ങൾ ഭർത്താവിനോട് നിർബന്ധിക്കാൻ പാടില്ല. ബാധ്യതകൾ വേറെ കുറെ പറയാനുണ്ട്, പക്ഷെ ഒന്നാം നമ്പറായിട്ട് എടുക്കുകയാണ്. ഭർത്താവിനെ കഴിവിലൊതുങ്ങാത്തത് പറഞ്ഞു നിർബന്ധിക്കരുത്. അയൽക്കാരനായ മുതലാളിയായ ഒരു ഭർത്താവ് അയാളുടെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്ന സുഖസൗകര്യങ്ങള് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സാധാരണക്കാരന്റെ ഭാര്യ ഒരു കാരണവശാലും നിർബന്ധിക്കാൻ പാടില്ല. അവളുടുത്ത സാരി കണ്ടില്ലേ, അവളിട്ട പർദ്ദ കണ്ടില്ലേ, അവരുടെ വീട് കണ്ടില്ലേ, നിങ്ങൾ എന്തു നോക്കി നിൽക്കാം? ഒരിക്കലും ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് ഇത് ചോദിച്ചു പോകരുത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഭർത്താവിന്റെ കപ്പാസിറ്റി എത്രയാണോ അങ്ങനെയാണ് ജീവിച്ചു പഠിക്കേണ്ടത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ഖനാഅത്ത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നത് ആണായാലും പെണ്ണായാലും ജീവിതത്തിൽ ശീലിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് പഠിക്കണം. ഒരിക്കലും കഴിവിലപ്പുറത്തുള്ള കാര്യങ്ങൾ നിർബന്ധിക്കരുത്. ആവശ്യത്തിലധികം ചോദിക്കരുത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ടു പോകുന്ന ദമ്പതികൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും, യാതൊരു സംശയവുമില്ല. വളരെ ചെറിയ വരുമാനമുള്ളവന്റെ ഭാര്യ ഉള്ളത് കൊടുത്ത് സന്തോഷത്തോടെ കഴിയുമ്പോൾ ആ ഭർത്താവിന് ഭാര്യയോട് മതിപ്പ് കൂടും. ഒരു ലെവൽ, അതാണ് ജീവിതത്തിനുള്ളതെങ്കിൽ അതെന്നും നിലനിൽക്കും. പലരുണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ കഴിവിലപ്പുറം ഭാര്യമാര് നിർബന്ധിക്കുകയും അതിനനുസരിച്ച് ഭർത്താക്കന്മാരങ്ങ് കുഞ്ഞാപ്പുവാവുകയും ചെയ്താൽ പിന്നെ പലപ്പോഴും അത് അങ്ങേ അറ്റത്തേക്ക് എത്തിക്കാൻ പറ്റാറില്ല, അടുത്ത എൻഡിലേക്ക് എത്തിക്കാൻ പറ്റാറില്ല. ഇടയ്ക്കെവിടെയോ ബന്ധം പൊട്ടിപ്പോകും. അല്ലെങ്കിൽ അതിലേറെ സുഖസൗകര്യങ്ങൾ തേടി അവൾ എപ്പോഴെങ്കിലും നിന്നെ വിട്ടു ചാടും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ആദ്യം മുതലേ ജീവിതത്തിൽ പഠിപ്പിക്കണം. ഒരേ ലെവലിലുള്ള ജീവിതം, എന്നും ഒത്തുപോകുന്ന ഒരു ജീവിതം. എന്നാൽ ഇല്ലാത്തപ്പോൾ കഷ്ടപ്പെട്ട് ജീവിച്ച ഭാര്യ, ആ ഭാര്യ നീ സാമ്പത്തികമായി മെച്ചപ്പെട്ടതിന്റെ ശേഷവും അതേ ജീവിതത്തിൽ തന്നെ അവളെ ദുരിതമനുഭവിപ്പിക്കരുത്. ഉള്ളതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരണം. കാലോചിതമായ മാറ്റങ്ങൾ ആവശ്യമാണ്. അതൊക്കെ ഉണ്ടാവണം. ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും വീട്ടിലെ അമ്മായിയുമ്മമാര് കുശുമ്പ് കാണിക്കാറുണ്ട്. പലപ്പോഴും കുശുമ്പ് കാണിക്കാറുണ്ട്. എന്താ കാരണം? 8 മാസം ഗർഭമുള്ള പെണ്ണ്, ആ പെണ്ണ് വാഹനം പിടിച്ചു വന്ന് വീട്ടിന്റെ മുറ്റത്തിറങ്ങുമ്പോ, ഞാൻ 10 മാസം ഗർഭമുള്ളപ്പോ 4-5 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് നടന്നു വന്നാണ് ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിച്ചത് എന്ന് ഉമ്മ പറയാൻ പാടില്ല. കാലോചിതമായ മാറ്റങ്ങളുണ്ട്. കാരണം ആ ഉമ്മയും ഇന്ന് നടക്കാൻ തയ്യാറല്ല. പലപ്പോഴും പഴയകാലത്തുള്ള ഞെരുങ്ങിയ ജീവിതം ശീലിച്ച ഉമ്മമാര്, ഒരു വീട്ടിൽ ഒരു മകൾ ത്വലാഖ് ചൊല്ലപ്പെട്ടതിന്റെ കാരണം ആ മകളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആ ഉമ്മയുടെ മകൻ, സ്വന്തം മകൻ എന്നോട് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഭാര്യ രാത്രി സമയത്ത് ബ്രഷ് ചെയ്യാൻ വേണ്ടി പേസ്റ്റ് എടുക്കുമ്പോ അതിലേക്ക് വന്ന് എത്തി നോക്കിയിട്ട് അത് കൂടുതൽ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി ആ മരുമകളെ തീർപ്പിച്ചു കളഞ്ഞ കഥയുണ്ട്. ഇത്രമാത്രം തരംതാണ് പോകാൻ പാടില്ല ഉമ്മമാർ. അവര് ജീവിച്ചതുപോലെ പ്രയാസപ്പെട്ട് ജീവിക്കണമെന്ന് പറയരുത്. കാലോചിതമായ മാറ്റങ്ങൾ, എല്ലാവരിലുമുള്ള മാറ്റങ്ങൾ അത് നമ്മളിലും ഉണ്ടാവണം. അത് പൊരുത്തപ്പെടാൻ ഉമ്മമാർക്കും ഉപ്പമാർക്കും സാധിക്കുകയും വേണം. എന്റെ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെയാ ജീവിച്ചത്, അതുകൊണ്ട് ഇവളും അങ്ങനെ കഴിയട്ടെ എന്ന ഒരു ചിന്ത ഉണ്ടാവാനേ പാടില്ല. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാൻ തന്നെ പാടില്ല. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞത് കഴിവിൽ ഒതുങ്ങാത്തത് നിർബന്ധിക്കരുതെന്നും ഭർത്താവിന്റെ നട്ടല്ലൊടിക്കുന്ന രൂപത്തില് ഭർത്താവിനെ പ്രയാസപ്പെടുത്തരുതെന്നുമാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത്യാഗ്രഹം, തികയായ്മ, ഇത് ദമ്പതികൾക്ക് ഇടയിലുള്ള സ്നേഹത്തിനും അനുരാഗത്തിനും ബ്രേക്കിടും. യാതൊരു സംശയവും വേണ്ട. അതേസമയം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുമ്പോഴോ സ്നേഹം വർദ്ധിക്കും, അല്ലെങ്കിൽ നീരസം ഉളവാക്കും. എങ്ങനെയെങ്കിലും എന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കണം, കിട്ടിയാ തികയാത്ത എന്റെ ഭാര്യയെ
സന്തോഷിപ്പിക്കണമെന്ന് കരുതി അവളെ സന്തോഷിപ്പിക്കാനുള്ള വക എന്റെ കയ്യിലില്ല. അപ്പോഴാണ് ഹറാമായത് ശേഖരിക്കാൻ ഇറങ്ങണമെന്ന് ഭർത്താവിന് തോന്നുക. ഹറാമായത് ശേഖരിക്കാൻ അപ്പൊ അയാൾ കക്കാൻ പോകും, മോഷ്ടിക്കാൻ പോകും. കാരണം മക്കളെയും കുട്ടികളെയും കെട്ടിയോളെയും കുട്ടികളെയും പോറ്റണമെങ്കിൽ ഞാൻ അധ്വാനിച്ചിട്ട് കിട്ടിയതുകൊണ്ട് കഴിയൂല. അപ്പൊ അയാൾ ആലോചിക്കും, കുറുക്കുവഴിയിലൂടെ മുതലാളിയാകാൻ എന്താ മാർഗം? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒറ്റ കഥ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ഒരു സൂഫിയുടെ ഭാര്യ എന്നും ഇയാള് പണിയായുധവും എടുത്ത് മുറ്റത്തിറങ്ങുമ്പോ ഇയാളുടെ മുമ്പിൽ വന്നിട്ട് പറയത്രേ, പൊന്നു ഭർത്താവേ, നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാ? എനിക്കും മക്കൾക്കും ഇന്ന് അരിയൊപ്പിക്കാൻ വേണ്ടി പോവുകയാണ്, ഇന്നേക്കുള്ള അരിയൊപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതെ, എന്നാ നിങ്ങളോടൊരു ചെറിയ വസിയത്ത് പറയാനുണ്ട്. ഇയ്യാക വകസ്ബൽ ഹറാം. ഇതാ, ഒരു കാരണവശാലും നിങ്ങൾ ഹറാമായ ഒരു 5 കാശും നിങ്ങൾ സമ്പാദിക്കരുത്. പണിക്ക് പോകുമ്പോ മുതലാളിയെ പറ്റിക്കരുത്. മുതലാളി കാണുന്നില്ലെങ്കിൽ എത്രയോ സമയം പണിയെടുക്കാതെ കിടന്നുറങ്ങരുത്, വിശ്രമിക്കരുത്. ഹലാലായ രൂപത്തിൽ മാത്രമേ കൂലി വാങ്ങാവൂ. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിലിന് കച്ചവടത്തിനിറങ്ങുന്നവനാണെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും നടത്തി പൈസയുണ്ടാക്കരുത്. ഇയ്യാക വകസ്ബൽ ഹറാം. ഹറാം ശേഖരിക്കുന്നത് പേടിക്കണേ. എന്താ കാരണം? ഹലാലായത് കിട്ടിയില്ലേ, കയ്യും വീശി ഇങ്ങ് വന്നോളൂ, കാലി കയ്യുമായി ഇങ്ങ് വന്നോളൂ, ഞങ്ങൾ നിങ്ങളെ ശല്യം ചെയ്യൂല. ഒരു പെൺകുട്ടി, ഇവളൊരു പെൺകുട്ടിയാണ്. എന്താ പറയുന്നത്? ഫഇന്നാ നസ്ബിറു അലൽ ളിഖി വൽ ജൂദ് വലാകിന്നാ ലാ നസ്ബിറു അലൻ നാർ. എന്തേ? സുഭിക്ഷമായി കഴിക്കാൻ ആഹാരമുണ്ടാകാതെ വന്നേക്കാം. ഹലാല് കിട്ടിയില്ലെങ്കിൽ വേണ്ടതുപോലെ ഉടുത്തൊരുങ്ങാൻ വസ്ത്രമില്ല, അത്യാവശ്യത്തിനുള്ള വസ്ത്രേ ഉണ്ടാവൂ, പുതിയത് ഇങ്ങനെ മാറ്റിയിറങ്ങാൻ ഉണ്ടാവൂല. മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കാത്ത ചെറിയൊരു വീട്ടിലിരിക്കാം, അമ്പരച്ചുംബികളായ പറക്കാൻ നിൽക്കുന്ന കൊട്ടാരങ്ങൾ ഉണ്ടാവൂല എന്നുള്ളൂ. ഒരു വിഷമവുമില്ല ഭർത്താവേ. ഭർത്താവിനോട് പറയാൻ, അങ്ങനെയൊക്കെ വന്നെങ്കിൽ ഫഇന്നാ നസ്ബിറു അലൽ ളിഖി വൽ ജൂദ്. ഞങ്ങൾക്ക് മണിമാളികകൾ വേണ്ട, വലിയ മേത്തരം ഡ്രസ്സുകൾ വേണ്ട, സൗകര്യങ്ങൾ വേണ്ട, ഞെരുക്കം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും. ഫഇന്നാ നസ്ബിറു അലൽ ളിഖി വൽ ജൂദ്. പട്ടിണിയും ഞെരുക്കവും കുടുസും എനിക്ക് ക്ഷമിക്കാൻ പറ്റൂ, എനിക്കും എന്റെ മക്കൾക്കും. എന്നാൽ വലാകിന്നാ ലാ നസ്ബിറു അലൻ നാർ. നിങ്ങൾ ഹറാമായത് വെട്ടിപ്പിടിച്ചു കൊണ്ടുവന്ന് എന്റെയും മക്കളുടെയും വയറ്റിലാക്കിയാൽ അതുവഴി ഞങ്ങൾ നരകത്തിൽ പോകും. ഇല്ല, നരകം സഹിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. വഖൈറു മതാഇഹാ അൽ മർഅത്തു സ്വാലിഹ. ഈ മനുഷ്യൻ എത്ര വലിയ ഭാഗ്യവാനാണ്. ഒരു സൂഫിയുടെ ഭാര്യയുടെ കഥയിൽ നമുക്ക് കിതാബിൽ ഇങ്ങനെ ഒരു സംഭവം വായിക്കാൻ പറ്റും. എത്ര നല്ല ഭാഗ്യമാണ്. എന്നാൽ ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, ഭർത്താവ് വേണ്ടത്ര ഭൗതിക ചുറ്റുപാടുകളെക്കുറിച്ച് വേണ്ടത്ര ബോധമില്ലാത്ത ഒരാളാണെങ്കിൽ ആ ഭർത്താവിന് ഇന്ന് റൂട്ട് തിരിച്ചു കൊടുക്കുന്നത് ലോൺ എടുക്കാനും അവിഹിത ബന്ധങ്ങളിലൂടെ ശേഖരിക്കാനും എന്തെങ്കിലും അവിഹിത മാർഗത്തിലൂടെ ശേഖരിക്കാനും ധനം സമ്പാദിക്കാനും കുറുക്കുവഴിക്ക് മുതലാളിയാവാനും എല്ലാമുള്ള കാര്യങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത് പെണ്ണാണ്. ഈ ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകരുത്. ഉള്ളതുകൊണ്ട് സഹിച്ചും പൊരുത്തപ്പെട്ടും ജീവിക്കാൻ പെണ്ണ് പഠിക്കണം. ഇത് തന്നെയാണ് ഒരു പുരുഷനോട് ഒരു പെണ്ണ് ഒരു പുരുഷനോടൊപ്പം കാണിക്കുന്ന ഏറ്റവും നല്ല മര്യാദ. ഒരു നല്ല പെണ്ണാകുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണം ഇത് തന്നെയാണ്. നോക്ക് നിങ്ങൾ, ആ മഹദിയുടെ വാക്ക് എത്ര നല്ല വാക്കാണ്. ഭർത്താവിനെ ശല്യം ചെയ്താൽ അത് വലിയ വിഷമം സൃഷ്ടിക്കും. എപ്പോഴും ഭർത്താവിനെ കുറഞ്ഞൊരു പ്രയാസം, ക്ഷീണം ഉണ്ടെങ്കിൽ ആ ക്ഷീണത്തിൽ ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരി നീ അക്ഷമയാകരുത്. ക്ഷമ വേണം. അക്ഷമ കാണിക്കരുത്, സ്വഭാവദൂഷ്യം കാണിക്കരുത്. അള്ളാഹുവിന്റെ ഖളാ ആണതിൽ ക്ഷമിക്കണം. ക്ഷമിച്ചേ പറ്റൂ.
ഭർത്താവിനെയും കൂടെ ക്ഷമിപ്പിക്കണം. സന്തോഷത്തിലും സന്തോഷത്തിലും അതുപോലെ തന്നെ ക്ഷേമാവസ്ഥയിലും ഭർത്താവിനോട് കാണിക്കുന്ന അതേ സന്തോഷവും അവസ്ഥയും അത് തന്നെയാണ്, അതേ പെരുമാറ്റം തന്നെയാണ് ക്ഷാമത്തിലും പ്രയാസത്തിലും തന്റെ പ്രിയപ്പെട്ട സഹോദരി നിന്റെ ഭർത്താവിനോട് നീ കാണിക്കേണ്ടത്. എത്രയോ സഹോദരിമാർ ഇതിനെതിരാണ്, എത്രയോ സഹോദരിമാരെതിരാണ്. ഗൾഫുകാരനായ ഒരു സഹോദരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഉസ്താദേ, ഒരു 55-56 വയസ്സുവരെ ഞാൻ ഗൾഫിൽ നിന്നു. 18 വയസ്സ് പ്രായമുള്ളന്ന് കയറിയതാ. കുറച്ചു കഴിഞ്ഞ് കല്യാണവും കഴിച്ചു. പിന്നെ 50-56 വയസ്സുവരെ ഞാൻ ഗൾഫിൽ നിന്നു. ഞാനൊരു കറവ പശുവായിട്ട് ജീവിച്ചു. ഉള്ള അന്ന് കുടുംബങ്ങൾക്കെല്ലാവർക്കും താല്പര്യം, ഭാര്യന്റെ കുടുംബക്കാർക്കും എന്റെ കുടുംബക്കാർക്കും ഒക്കെ സന്തോഷം. എന്തിനധികം ആ സന്തോഷം ഞാൻ 19-56 വയസ്സ് പ്രായമായപ്പോ എക്സിറ്റ് അടിച്ച് നാട്ടിൽ വന്നപ്പം പിന്നീട് എനിക്ക് കിട്ടുന്നില്ല. കുടുംബങ്ങൾ എന്നെ ഉപേക്ഷിച്ചു. എന്റെ കുടുംബം ആദ്യം ഉപേക്ഷിച്ചു. ഭാര്യയുടെ കുടുംബങ്ങൾ പതുക്കെ പതുക്കെ അകന്നു. എന്തിനധികം ഉസ്താദേ, ഇന്നെന്നെ എന്റെ കെട്ടോൾക്കും വേണ്ടാത്ത അവസ്ഥയാണ്. അതാണ് ചോരയുണ്ടാകുമ്പോഴേ അത് ഊറ്റിക്കുടിക്കാൻ ചോരയട്ടകൾ ഉണ്ടാകൂ എന്നതൊരു സത്യമാണ്. ചോര തീർന്നാൽ പിന്നെ വേണ്ട. ഈ ഒരവസ്ഥ ഉണ്ടാകരുത്. സഹോദരിമാരെ, ഭർത്താവിന് കുറച്ച് ക്ഷീണം വരുന്നു, പ്രയാസം വരുന്നു, സന്തോഷവും സന്താപവും ഇതൊക്കെ ജീവിതത്തിൽ മാറി മാറി വരുന്ന സംഗതികളാണ്. എന്നും ഒരുപോലെ നിൽക്കൂല മനുഷ്യൻ. രണ്ടുണ്ടാവും. ഒന്നും ഇല്ലാത്തവർക്ക് കാശ് ഉണ്ടാവും ചെയ്യും. എല്ലാ സൗകര്യങ്ങളുടെയും മുകളിൽ പറന്ന് നടന്നു ജീവിച്ചവർക്ക് എല്ലാ സൗകര്യവും നഷ്ടപ്പെട്ട് കുത്തുപാളയെടുക്കേണ്ട ഗതികേടും വരും. രണ്ട് ഘട്ടത്തിലും സന്തോഷപൂർവവും ക്ഷമയോടുകൂടെയും ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ഒരിക്കലും ഭർത്താവ് ക്ഷീണിക്കുമ്പോ ഭർത്താവിനെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, ഭർത്താവിനെ ശല്യം ചെയ്യുന്ന പെണ്ണുങ്ങൾ, എല്ലാം തീർന്നു, സമ്പത്തുമില്ല, ആരോഗ്യവുമില്ല, എല്ലാം കഴിഞ്ഞ് വിശ്രമ ജീവിതം നയിക്കുമ്പോ തന്റെ കെട്ടിയോളിൽ നിന്നും കുട്ടികളിൽ നിന്നും കൂടുതൽ പരിഗണനയും സ്നേഹവും ഒക്കെ ലഭിക്കേണ്ട ആ സാധു ഒരുപാട് പ്രതീക്ഷകളുമായി വയസ്സാങ്കാലത്ത് വീട്ടിൽ വന്നപ്പോൾ ആർക്കും വേണ്ട, ഇതെവിടെയെങ്കിലും എത്തിക്കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, എവിടേക്കെങ്കിലും കൊണ്ടുപോയി തള്ളുക എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലാണ് കുടുംബങ്ങൾ ഉള്ളതെങ്കിൽ സദാസമയത്തും അവനെ നാക്കുകൊണ്ട് ബുദ്ധിമുട്ടിക്കുക പല സഹോദരിമാരുടെയും ഹോബിയാണ്. ഭർത്താവിനെ വെറുതെ നാക്കുകൊണ്ട് ശല്യം ചെയ്യുക. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ തുഅ്ദി ഇംറഅത്തുൻ സൗജഹാ, ഒരു പെണ്ണും അവളുടെ ഭർത്താവിനെ ശല്യം ചെയ്യൂല. ഇല്ലാ ഖാലത്ത് സൗജത്തുഹു മിനൽ ഹൂറിൽ ഐൻ, അല്ലാഹു നാളെ സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി ഒരുക്കിവെച്ച സ്വർഗീയ തരുണികളുണ്ട്. ആ സ്വർഗീയ തരുണികളിൽപ്പെട്ട അയാളുടെ ഭാര്യ വിളിച്ചു പറഞ്ഞിട്ടല്ലാതെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി ചിന്തിച്ചോ, എന്ത് നീ നിന്റെ ഭർത്താവിന് നേരെ ഈ 1.5 മീറ്റർ നാക്ക് പ്രയോഗിക്കുമ്പോ, വെറുതെ അനാവശ്യമായി സംസാരിച്ച് നാക്കുകൊണ്ട് നിന്റെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുമ്പോ, ഹൂറുലീങ്ങളിൽ നിന്നുള്ള അവന്റെ ഭാര്യ അതാ വിളിച്ചു പറയുന്നുണ്ട്. ഹബീബ് പറയാൻ, ലാ തുഅ്ദീ, പൊന്നുമോളെ അവനെ ശല്യം ചെയ്യല്ലേ, ലാ തുഅ്ദീഹി, നീ അവനെ ശല്യം ചെയ്യല്ലേ. എന്താ കാരണം? കഴിഞ്ഞില്ല. ലാ തുഅ്ദീഹി ഖാതലകില്ല, അവനെ നീ ശല്യം ചെയ്യല്ലേ, അവനെ ബുദ്ധിമുട്ടിക്കല്ലേ. ഖാതലകില്ല, അല്ലാഹു നിന്നെ നശിപ്പിച്ചു കളയട്ടെ, അല്ലാഹു നിന്നോട് സമരം പ്രഖ്യാപിക്കട്ടെ, അല്ലാഹു നിന്നെ കൊന്നുകളയട്ടെ. ഖാതലകില്ല, നിനക്ക് നാശം. നിന്റെ ഭർത്താവിനെ ശല്യം ചെയ്യല്ലേ. ഫഇന്നമാ ഹുവ ഇൻദകി ദഖീൽ, കാരണം നിനക്കവനെ കിട്ടുന്നത് ഈ ഒരു 10, 25, 35, 45 കൊല്ലം. ഫഇന്നമാ ഹുവ ഇൻദകി ദഖീൽ, അവൻ നിന്റെ അടുത്തൊരു ഗസ്റ്റ് മാത്രമാണ്, ഒരു വിരുന്നുകാരൻ മാത്രമാണ്. കുറച്ചു കഴിഞ്ഞാൽ അവനിങ്ങ് വരും, അവനെ 2 കൈയും കാട്ടി സ്വീകരിക്കാൻ. എങ്ങനെയാണ്
ഒരു പെണ്ണ് ഒരാണിനെ കൊണ്ട് നടക്കുക, അതിന് ഒരുങ്ങി അതിന്റെ മുഴുവൻ സന്നദ്ധതയും പ്രകടിപ്പിച്ചുകൊണ്ട് അതിനുള്ള മുഴുവൻ ഒരുക്കത്തോടുകൂടെ ഞങ്ങളിവിടെ കാത്തു നിൽക്കുകയാണ്. നിന്റെ അടുത്ത് അതിഥിയായി വന്നെത്തിയ ഏതാനും വർഷം നിന്നോടൊപ്പം ജീവിക്കുമ്പോൾ അവനെ ശല്യം ചെയ്യല്ലേ. ഫഇന്നമാ ഹുവ ഇൻദകി ദഖീൽ യൂശികു അൻ യുഫാരിഖക ഇലൈനാ. അടുത്ത് തന്നെ അവൻ നിന്നെ പിരിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരും. അന്ന് ഞങ്ങൾ നന്നായിട്ടവന് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. ഉറുബൻ അസ്റാബൻ ലിഅസ്ഹാബിൽ യദീൻ. നോക്ക് നിങ്ങൾ, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറാ ഉറുബൻ അസ്റാബൻ ലിഅസ്ഹാബിൽ യമീൻ. ഭർത്താക്കന്മാരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന സമപ്രായക്കാരായ ഒരേ പ്രായത്തിലുള്ള ഒരേ ഏജിലുള്ള സഹോദരിമാർ, അതാണ് സ്വർഗത്തിലെ സഹോദരിമാർ. ഉറുബൻ അസ്റാബൻ ലിഅസ്ഹാബിൽ യമീൻ. അപ്പൊ അതുകൊണ്ട് നീ നിന്റെ ഭർത്താവിനെ ശല്യം ചെയ്യല്ലേ, ഞങ്ങൾക്കിത് കണ്ടു നിൽക്കാൻ വയ്യ. അതെന്താ, മരിച്ചുപോയാൽ ഇവർക്കാ കിട്ടുന്നത്? അല്ലല്ലോ. ദുനിയാവിലെ സഹോദരിയും സഹോദരനും നാളെ സ്വർഗത്തിൽ ഒന്നിക്കുമല്ലോ. സ്വാലിഹായ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ നാളെ സ്വർഗത്തിൽ ഒന്നിക്കും. ഇവിടെ ദാമ്പത്യ ബന്ധം സന്തോഷായിട്ട് ദാമ്പത്യ ബന്ധം നയിച്ച സഹോദരന്മാർ പേടിക്കേണ്ട ഇതേ ബന്ധം നാളെ സ്വർഗത്തിലും തുടരാം. അല്ലാഹു സൂറത്തുർ റഅദിൽ നമുക്ക് ഓഫർ തരുന്നു. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ കെട്ടിയോളും എന്റെ കുട്ടികളും സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്കൊക്കെ സന്തോഷമല്ലേ? എല്ലാവർക്കും സന്തോഷമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സന്തോഷമില്ലാത്ത ആരുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരിക്കൽ ക്ലാസ്സിൽ ഇത് പറയുന്ന സമയത്ത് ഒരു മധ്യവയസ്കനായൊരു ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഇന്നത്തെ ക്ലാസ് കേട്ടതോടുകൂടെ മടുത്തു. അതെന്താന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വിചാരിച്ചത് ഒരു 10-40 കൊല്ലം ഈ പാത്തുമ്മക്കുട്ടിനെ സഹിച്ചാൽ മതിയെന്നാ, ഇനി സ്വർഗത്തുക്കും കൂടെ അവള് വരികയാണെങ്കിൽ എനിക്ക് വേണ്ട ഉസ്താദെ ഈ മുതല്. ഇതൊരു സാധാരണക്കാരനോട് നേരിട്ട് പറഞ്ഞതാ, തമാശ പറഞ്ഞതാ. എന്നാ നിങ്ങൾ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ എത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം കുറച്ച് നിസ്കാരവും നോമ്പും ഖുർആനൊക്കെ ഉള്ള ടൈപ്പാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും കുത്തിപ്പിടിച്ച് വരും. അപ്പൊ എനിക്ക് ആ സാധനം അവിടെ വേണ്ടാന്ന്. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നതാ? ഈ കോലത്തിൽ ശല്യം ചെയ്തിട്ട് വരുന്നതാ. അല്ലാതെ അങ്ങനെ പറയൂലല്ലോ. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഇണകളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കണം. നമ്മളെ കുട്ടികളും മക്കളും ഭാര്യയും ഉമ്മയും വാപ്പയും ഇത് ഒരുമിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരാരാ? സഹോദരിമാരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം അത്രയും അടുപ്പിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അവർക്ക് സ്വർഗത്തിൽ പോകാൻ പ്രയാസവുമുണ്ടാകും. ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു, നിങ്ങൾ വേദനിക്കണ്ട. നിങ്ങളുടെ പ്രശ്നം എന്താ? പാത്തുമ്മക്കുട്ടി താത്തയോട് നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാ ചടപ്പ് തോന്നുന്നത്? സൗന്ദര്യമില്ലാഞ്ഞിട്ടാണോ? ആ പ്രശ്നം അവിടെ ഉണ്ടാവില്ല. ആരോഗ്യമില്ലാത്തതുകൊണ്ടാണോ? ആ പ്രശ്നം സ്വർഗത്തിൽ ഉണ്ടാവില്ല. ദുസ്വഭാവത്തെ ചൊല്ലിയാണോ? ആ പ്രശ്നം തീരെ സ്വർഗത്തിൽ ഉണ്ടാവില്ല. ലാ തസ്മഉ ഫീഹാ ലാഗിയ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. ഇതല്ലേ സ്വർഗം. അവിടെ ഒരു തരത്തിലുള്ള അനാവശ്യങ്ങളും അവിടെ കേൾക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ബേജാറാവണ്ട. നിങ്ങളുടെ ഭാര്യ നിങ്ങൾ അവിടെ വെച്ച് കാണുമ്പോൾ പഴയ പാത്തുമ്മക്കുട്ടി തന്നെയാണോ എന്ന് ആലോചിച്ചു. അത്ര ഉഷാറായിട്ടുണ്ടാവും. വലിയൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവും. പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, സൗന്ദര്യമോ ആരോഗ്യമോ ഒന്നും വിഷയമാകാറില്ല. പലപ്പോഴും മനുഷ്യരെ ചടപ്പിക്കാറുള്ളത് അതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. പലപ്പോഴും ഒരു സഹോദരിയെ ഒരു സഹോദരനെ ചടക്കുന്നതിന്റെ പ്രധാന കാരണം അവളുടെ നാക്കിന് നീളം കൂടുതലാണെന്നതാണ്. സഹോദരിമാരെ, ഇത് ശരിയല്ലേ? നിങ്ങൾ സ്വയം സമ്മതിക്കണം. നാക്കുകൊണ്ട് ഭർത്താവിനെ ശല്യം ചെയ്യരുത്. ഇതേ വിഷയം തന്നെ ഞാൻ പാലക്കാട് ജില്ലയിൽ വെച്ചൊരിക്കൽ പ്രസംഗിക്കുമ്പോ മറ്റൊരു വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, ഉസ്താദേ, ദുനിയാവിലെ ഭാര്യയും ഭർത്താവും തന്നെയാണോ നാളെ സ്വർഗത്തിൽ ഒരുമിക്കുക? അതെ.
ഹൂറുലിങ്ങളെക്കാൾ ഫളിൽ അവർക്കാണ്. ദുനിയാവിലെ പെണ്ണിനാണ്. നല്ല പെണ്ണായാൽ ദുനിയാവിലെ പെണ്ണ് ഹൂറുലിങ്ങൾ അങ്ങോട്ടൊന്നും എത്തില്ല. ഉമ്മു സലമാ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, നബിയേ, ആരാണ് നിസാഉദ് ദുനിയ അഫ്ളലു അമിൽ ഹൂറുൽ ഐൻ? ദുനിയാവിലെ പെണ്ണുങ്ങളാണോ ഇഹലോക തരുണികളാണോ സ്വർഗത്തിലെ തരുണികളാണോ കൂടുതൽ ശ്രേഷ്ഠർ? അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടി, നിസാഉദ് ദുനിയ അഫ്ളലു. ദുനിയാവിലെ പെണ്ണിനാ മഹത്വം. നബിയെ, അതങ്ങനെ അങ്ങ് ഒഴുക്കം മട്ടിൽ പറഞ്ഞാ പോരാ, അതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരണം. എത്ര ഉണ്ടാകും അവർ തമ്മിലുള്ള മഹത്വത്തിന്റെ ഡിഫറൻസ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പം ആ വ്യത്യാസം മുത്തു നബി പറഞ്ഞു കൊടുക്കുകയാണ്. മേൽവസ്ത്രത്തിന് അടിവസ്ത്രത്തിനുള്ളതിനേക്കാൾ മഹത്വവും വിശുദ്ധിയും സമ്പൂർണതയും ഉണ്ടാകുമെന്ന് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി. മേൽവസ്ത്രത്തിന് അടിവസ്ത്രത്തിനുള്ളതിനേക്കാൾ മഹത്വം ഉണ്ടാകും. ആ ഉദാഹരണം എത്ര ഫിറ്റാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അടിവസ്ത്രത്തിനൊരു ഉദാഹരണം എടുക്കുക, നമ്മൾ ബനിയൻ. ഈ ബനിയൻ ഒന്ന് അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലും, ഇന്നലെ ധരിച്ച ബനിയൻ ഒരല്പ അഴുക്കുണ്ടെങ്കിലും പുതിയത് മറ്റൊന്ന് മാറാൻ നമുക്കില്ലെങ്കിൽ ഒരു ദിവസവും കൂടെ നമ്മളത് ഒപ്പിക്കും. നാം മുകളിൽ ധരിക്കുന്ന വസ്ത്രം അതെപ്പോഴും ക്ലീൻ ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം നമുക്കുണ്ടാവും. ബനിയനിന് ഒന്നോ രണ്ടോ ദ്വാരങ്ങളൊക്കെ വീണിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒപ്പിച്ച് പിന്നെയും മുന്നോട്ട് പോകും. പക്ഷേ മുകളിൽ ധരിക്കുന്ന വസ്ത്രത്തിന് ഓട്ടയും ദ്വാരമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അത് ഉടനെ ഒഴിവാക്കും. കഫളിൽ ളിഹാറതി അലൽ ബിത്താന സയ്യിദുനാ റസൂലുള്ളാഹി. അത്ര മാറ്റം ഉണ്ടാകും ഇത് രണ്ടും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവിക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്തായാലും അങ്ങനെ തന്നെയാ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ആ സഹോദരന്റെ ചോദ്യം എന്നോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഉസ്താദെ, പിന്നെന്തിനാ നമ്മൾ ഈ മയ്യത്ത് മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ ദ്വാരക്കുന്നത്? ഏത് വഅബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. ഇതായിരുന്നു ഇയാൾ ചോദിച്ചിരുന്നത്. ഇയാളുടെ വീട്ടുകാരെക്കാൾ നല്ല വീട്ടുകാരെ, വീടിനേക്കാൾ നല്ല വീടിനെ, ഇയാളുടെ ഭാര്യയേക്കാൾ ഇണയേക്കാൾ നല്ല ഇണയെ നീ നൽകണേ. വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. അപ്പൊ അത് ഹൂറുലിങ്ങളെ കിട്ടണം തന്നെയല്ലേ അതിന്റെ അർത്ഥം? വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഈ ചർച്ച ചെയ്തെടുത്ത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മയ്യിത്ത് നിസ്കാരത്തിന്റെ അധ്യായത്തിന്റെ ചർച്ചയില് ഈ തക്ബീറിന് ശേഷം, മൂന്നാം തക്ബീറിന് ശേഷം ഈ ദുആ നടത്തണമെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നിടത്ത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതിയത് കാണാം ഫത്ഹുൽ മുഈനില്. എന്ത്? വൽ മുറാദു ബി ഇബ്ദാലി സൗജതി വൽ അഹ്ലി. മക്കളെയും അതുപോലെ തന്നെ ഭാര്യയെയും ഒക്കെ ചേഞ്ച് ചെയ്യണേ. ഏറ്റവും നല്ല ഭാര്യയെ, ഏറ്റവും നല്ല മക്കളെ, ഏറ്റവും നല്ല കുടുംബത്തെ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ഇബ്ദാലുൽ ഔസാഫി ലദ്ദവാതി. ഇബ്ദാലുൽ ഔസാഫി, ഗുണഗണങ്ങൾ മാറ്റുക എന്നാണ്. ലദ്ദവാതി, ആളെ തന്നെ പാടെ ചേഞ്ച് ചെയ്യുക എന്നല്ല. ഉണ്ടോ? എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇയാളെ ശല്യം ചെയ്യുന്ന ഒരു പാത്തുമ്മക്കുട്ടിയുണ്ട് പടച്ചോനെ, ആ പാത്തുമ്മക്കുട്ടിയെ ഇനി കൊടുക്കല്ലേ എന്നല്ല. പാത്തുമ്മക്കുട്ടി തന്നെ ആയിക്കോട്ടെ, പക്ഷെ നാക്ക് 1.5 മീറ്റർ വേണ്ട, ഇത്രേ അർത്ഥം. അബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. ആ നാക്കിനൊന്ന് നീളം കുറയണം, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങള് ഭൂമിയിൽ വെച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാരെ ശല്യം ചെയ്യുമ്പോൾ ഹൂറുലിങ്ങളായ സഹോദരിമാര് നിങ്ങളോട് പ്രതിഷേധിക്കുന്നുണ്ട്, നിങ്ങളത് കേൾക്കുന്നില്ലെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ വല്ലാതെ ശല്യം ചെയ്താൽ ഭർത്താവ് എത്രയും പെട്ടെന്ന്, ഹൂറുലിങ്ങളുടെ പ്രാർത്ഥന പോലെ തന്നെ പെട്ടെന്ന് ഭർത്താവ് ലോകത്തോട് വിട പറയും, അവരോടൊപ്പം ചെന്ന് ചേരും. ഈ ഒരു ദുരവസ്ഥ വരുത്താതിരിക്കാൻ ഭർത്താവിനെ നാക്കുകൊണ്ട് ശല്യം ചെയ്യരുത് എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പ്രത്യേകം ഉണർത്തട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്ന് ഖുതുബയോടുമ്പോൾ ഒരു ദിവസം അവിടുന്ന് പറയുന്നു, എന്താ പറഞ്ഞതെന്നറിയോ? ആ ഖുതുബയിൽ ഒരു വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. നല്ല വാക്കാണ്.
മസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനിൻ ബില്ലാഹ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ബഅദ തഖ്വല്ലാഹ്, അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നതിന്റെ ശേഷം, ഈമാനും ബില്ലാഹിക്ക് ശേഷം ഒരു മനുഷ്യന് നേടിയ ഏറ്റവും വലിയ ഖൈർ ഈമാനാണ്. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ അതാണ് അവന്റെ ഭാഗ്യം. അതിനെ ചേർന്ന് വരുന്ന റിസാലത്തിന്റെ വാക്കുകൾ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആദം നബി തൊട്ടുള്ളവരത് പറഞ്ഞിട്ടുണ്ടല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹ് അത് നമുക്ക് മാത്രമല്ല, എല്ലാ നബിമാരെ കൊണ്ടും അള്ളാഹു പറയിപ്പിച്ചിട്ടുണ്ട്. ഓരോ നബിമാരുടെയും അനുയായികളെ കൊണ്ട് അവരുടെ നബിയുടെ റിസാലത്താണ് അള്ളാഹു സമ്മതിപ്പിച്ചതെങ്കിൽ ആ നബിമാരെ കൊണ്ട് മുത്തുനബിയുടെ റിസാലത്ത് ആദ്യം അള്ളാഹു സമ്മതിപ്പിച്ചിട്ടുണ്ട്. എന്തോ ആവട്ടെ, തൗഹീദ്, അള്ളാഹുവിലുള്ള വിശ്വാസം, ഇതാണ് ഒരു മനുഷ്യൻ നേടുന്ന ഏറ്റവും വലിയ നേട്ടം. മസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനിൻ ബില്ലാഹ്. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, ഈമാൻ എന്നതാണ് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ആ ഈമാൻ എന്ന സൗഭാഗ്യത്തിന് ശേഷം ഒരു മനുഷ്യൻ നേടിയിട്ടില്ല ഖൈറ, ഒരു ഭാഗ്യവും നേടിയിട്ടില്ല. മിനംറഅത്തിൻ ഹസനത്തിൽ ഖുലുഖി, സൽ സ്വഭാവിയായ പെണ്ണിനേക്കാൾ വലിയ ഒരു ഭാഗ്യം ഒരു പുരുഷനും കിട്ടിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയലാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം. ഈമാനിന് ശേഷം പിന്നെ ലോകത്തൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ അത് സൽ സ്വഭാവിയായ ഒരു പെൺകുട്ടിയെ ലഭിക്കുക എന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, വദൂദിൻ വലൂദിൻ, ഭർത്താവിനെ ധാരാളം സ്നേഹിക്കാൻ തയ്യാറുള്ള, പ്രസവിക്കാൻ ഒരുക്കമുള്ള, സൽ സ്വഭാവിയായ നല്ല ഒരു പെണ്ണിനെ ലഭിക്കുന്നെങ്കിൽ ആ പെണ്ണാണ് കേട്ടോ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഒക്കെ പറയേണ്ടതാണ്. വലൂദ്, ആ ഭാഗമൊക്കെ പറയേണ്ടതാണ്. സമയം വൈകുമോ എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. പ്രസവിക്കാൻ തയ്യാറുള്ള പെണ്ണ്, കൂടുതൽ പ്രസവിക്കാൻ തയ്യാറുള്ള പെണ്ണ്, എന്നതൊക്കെ പോയി. പെണ്ണിനാവൂല, ഇതിനൊന്നും ഇന്ന് പെണ്ണിനാവൂല. പ്രയാസങ്ങളും പ്രതിസന്ധികളും നൂറുകൂട്ടം പറയുകയാണ്. ഏതോ ആവട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് വരുന്നില്ല. വമസ്തഫാദ അബ്ദുൻ ബഅദ കുഫ്രിൻ ബില്ലാഹി ശർറ, അള്ളാഹുവിനെ കൊണ്ട് നിഷേധിക്കുക എന്നുള്ളത് ആ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യദോഷം. ആ ഭാഗ്യദോഷം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഭാഗ്യദോഷം മിനംറഅത്തിൻ ഹദീദത്തിൽ ലിസാൻ, നാക്ക് മൂർച്ചയുള്ള ഒരു പെണ്ണിനെ ലഭിക്കുക എന്നതാണ്. നാക്ക് നീളം കൂടിയ ഒരു പെണ്ണിനെ കിട്ടുക. സയ്യത്തിൽ ഖുലുഖി, ചീത്ത സ്വഭാവിയായ, സൽ സ്വഭാവിനിയല്ല, ചീത്ത സ്വഭാവമുള്ള പെണ്ണ്. വല്ലാഹി, എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമ്മമാരെ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വാക്ക് ഞാൻ ഇവിടെ ഇടുന്നത്, ഈ സദസ്സിന് മുമ്പേ സമർപ്പിക്കുന്നത് എന്തിനാ? നിങ്ങളൊന്ന് ചിന്തിക്ക, ഞാൻ ഏത് ടൈപ്പാണ്, ഏത് ടൈപ്പിലുള്ളവളാ ഞാൻ എന്നൊന്ന് ചിന്തിക്ക്. ഇത് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ലോകത്ത് മനുഷ്യൻ നേടിയ ഏറ്റവും വലിയ നേട്ടം സൽ സ്വഭാവമുള്ള പെണ്ണാണ്. ലോകത്തെ ഏറ്റവും വലിയ കോട്ടം, ഒരു മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ നഷ്ടം സ്വഭാവ ദൂഷ്യക്കാരിയായ ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ്, വല്ലാഹി വല്ലാഹി, അല്ലാഹു സാക്ഷി, അല്ലാഹു സത്യം, ഇന്ന മിൻഹുന്ന, പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ട് ലഗുൻമൻ ലാ യുഹ്ദാ മിൻ, ഒരിക്കലും മറ്റൊരാൾക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത മഹാഭാഗ്യങ്ങൾ പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ലഗുൻമൻ, ചില മഹാഭാഗ്യങ്ങൾ പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ചില മഹാഭാഗ്യങ്ങൾ ഗനീമത്ത് കിട്ടിയതുപോലെ കിട്ടുന്ന, ലക്കിയടിക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. ലാ യുഹ്ദാ മിൻഹു, അത് മറ്റൊരാൾക്ക് പങ്കുവെക്കാൻ അവൻ ആഗ്രഹിക്കൂല. ഇതെനിക്ക് കിട്ടിയതാണ്, ഇത് ഞാൻ വിടില്ല എന്ന് കരുതുന്ന നല്ല പെണ്ണുങ്ങളുമുണ്ട്. വഇന്ന മിൻഹുന്ന, അവരിൽ തന്നെയുണ്ട് ലഗുല്ലൻ ലാ യുഫ്ദാ മിൻഹു, ഒരു കാലത്തും മോചനമില്ലാത്ത വണ്ടിം വലയും, അതും പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മറ്റൊരാൾക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത മഹാസൗഭാഗ്യങ്ങളായ പെണ്ണുങ്ങളുണ്ട്. കെട്ടിക്കുടുങ്ങി ഒരു നിലക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനാവാത്ത വണ്ടി വലയും അതുകൊണ്ട് കെട്ടിക്കുടുങ്ങിയിലഞ്ഞു കൊണ്ടുപോകുക തന്നെയാണ്. കാരണം തൊലാക്കിയില്ല, അതിലേറെ പ്രശ്നമാണ്. കുടുംബ കോടതികളായി, മനുഷ്യാവകാശ കമ്മീഷനുകളായി എല്ലാവരുമുണ്ട്. എല്ലാവരും രംഗത്തിറങ്ങുന്നു. ആണ് വലഞ്ഞത് തന്നെയാണ്. വഇന്ന മിൻഹുന്ന ലഗുല്ലൻ ലാ യുഫ്ദാ മിൻഹു, ഒരു കാലത്തും മോചനമില്ലാത്ത വണ്ടിം വലയും, അതും ഈ കൂട്ടത്തിലുണ്ട്, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ.
അപ്പൊ ഏത് ടൈപ്പാ നമ്മളെ കിട്ടിയിട്ട് നമ്മുടെ ഭർത്താവിന്റെ മാനസികാവസ്ഥ എന്താണ്? നിന്നെ കിട്ടിയതെന്റെ ഭാഗ്യം എന്ന് ഒരു ഭർത്താവ് പറയട്ടെ പറയാതിരിക്കട്ടെ, അയാളുടെ മനസ്സിലിരിപ്പ് എന്താണ്? ഓരോ പെണ്ണിനും മനസ്സിലാക്കാൻ പറ്റുമല്ലോ അത്. എന്നെ കിട്ടിയതിൽ എന്റെ ഭർത്താവ് സംതൃപ്തനാണോ, സംതൃപ്തനല്ലേ? ഇത് ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്ന് പ്രഖ്യാപിച്ചതാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് ഒത്തുപോകുന്ന പെണ്ണാവണം ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ ബീവിക്ക് അല്ലാഹുവിന്റെ റസൂൽ ഒരു ഭർത്താവിനോടുള്ള കടപ്പാട് എത്രയാണ് എന്ന് ഫാത്തിമ ബീവിക്ക് അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റു ഫാത്തിമയെ സ്വീകരിച്ചു. അവിടെ പറയുന്ന എഴുന്നേറ്റ് ഫാത്തിമയെ സ്വീകരിച്ചു. ഈ സ്വീകരണം എങ്ങനെയായിരിക്കും? മറ്റു പല സ്ഥലത്തും നമുക്ക് കാണാം. ഇവിടെ അങ്ങനെ തന്നെ ചെയ്തു എന്ന് പറയുന്നില്ല. പക്ഷേ ഫാത്തിമ ബീവി തന്നെ പറയുന്നുണ്ട്, എന്റെ കല്യാണം കഴിയോളും എന്റെ വാപ്പ എന്നെ കാണുമ്പോ എന്റെ മുഖത്ത് ചുംബിച്ചിരുന്നു, എനിക്ക് സ്നേഹം പകർന്നു തന്നിരുന്നു. കല്യാണത്തിന് ശേഷം ഒരാണിന്റെ ചൂരുമൊക്കെ അറിഞ്ഞ ശേഷം ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു. വാപ്പ എത്തി നിന്നിട്ടുമ്മ വെക്കുമായിരുന്നു. കണ്ടോ നിങ്ങൾ, പ്രായത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം അതിൽ ആളനയിലും പെരുമാറ്റത്തിലുമൊക്കെ വാപ്പമാരുടെ അടുത്തുണ്ടാവേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി അന്നും സ്വീകരിച്ചത് അങ്ങനെ തന്നെയാവാം. മകളെ സ്വീകരിച്ചോ. അത് കഴിഞ്ഞിട്ട് മകള് അതാ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിന്ന് കരയുമ്പോ റസൂലുള്ള ചോദിച്ചു, മാ യുബ്കീകി യാ ഫാത്തിമ, ഫാത്തിമോ നീ എന്തിനാ കരയുന്നത്? അവിടുന്ന് മറുപടി പറയുന്നു, യാ ബീ, എന്റെ പൊന്നുപിതാവേ, ഇന്നി ഖുൽതു ലി അലിയിനിൽ ബാരിഹ, ഇന്നലെ രാത്രി ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ആരോട് പറഞ്ഞുപോയി, ഉപ്പാ ഖൗലൻ ഖദ് ഗളിബ ബിഹി മിന്നി, അയാൾക്ക് നിഷ്ഠകരമായൊരു പറഞ്ഞുപോയി, അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ വാക്ക് ഞാൻ പറഞ്ഞുപോയി. ജീവിതല്ലേ, സപണക്കങ്ങൾ ഉണ്ടാവുമല്ലോ. ഇന്ന് വരെ ഞങ്ങൾ പിണങ്ങിയില്ല എന്ന് പറയാൻ പറ്റുന്ന ദമ്പതികൾ എത്ര പേരുണ്ട് ഈ സദസ്സിൽ? പ്രസംഗം കേൾക്കുന്നവരിൽ വളരെ കുറവായിരിക്കും. വെറു തമാശക്കെങ്കിലും അങ്ങുമെങ്ങും പിണങ്ങുമല്ലോ. നബിയെ വാക്ക് പറഞ്ഞു, തമാശ പറഞ്ഞതാണ്, അത് അലിയാർക്ക് രുചിച്ചില്ല, അലിയാർക്കത് രുചിച്ചില്ല. അങ്ങനെ ഞാൻ അലിയാർ എന്നോട് അതിലത് പ്രകടിപ്പിച്ചപ്പോ ഞാൻ അലി പറഞ്ഞു, യാ ഹബീബ് ഇർളഅ അന്നി, യാ ഹബീബി ഇർളി, പ്രിയപ്പെട്ടവനെ പൊരുത്തപ്പെടണേ എന്റെ പ്രിയതമന്റെ ചുറ്റും ഞാൻ യാ ഹബീബി ഇർളഅ അന്നി, യാ ഹബീബി ഇർളഅ അന്നി, യാ ഹബീബി ഇർളഅ അന്നി, ഓ പ്രിയയോട് പൊറുക്കണേ എന്ന് പറഞ്ഞു. തുഫ്തു ഹൗലഹു 72 മറ, 72 തവണ എന്റെ ഭർത്താവിനെ ഞാൻ പ്രദക്ഷിണം വെച്ചു. മുത്തുനബിയേ, അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാ, തവാഫ് ചെയ്തു, പ്രദക്ഷിണം വെച്ചു, ഭർത്താവിന്റെ ചുറ്റും കറങ്ങി, 72 തവണ കറങ്ങി. ഞാൻ പറഞ്ഞു, എന്നോട് പൊരുത്തപ്പെടണം, പൊരുത്തപ്പെടണം. 72 തവണ കറങ്ങി പറഞ്ഞപ്പോ അലിയാരുടെ പല്ലൊന്ന് പുറത്തു കണ്ടു, ചിരിച്ചു, സന്തോഷം പ്രകടിപ്പിച്ചു. എന്തായിരിക്കും ഇതിന്റെ പ്രതികരണം? വാപ്പായുടെ അടുത്തുനിന്ന് എന്തായിരിക്കും പ്രതികരണം? നമ്മളെ മകളാവെന്ന് പറഞ്ഞതെങ്കിൽ ഇത്ര വലിപ്പുണ്ടല്ലോ പെണ്ണെ, അല്ലേ? നമ്മളങ്ങനെയല്ലേ പറയാ. എന്തിനാ അവനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? എന്തിനാണ് അത്രമാത്രം താവാൻ പോയത്? നിനക്ക് പോയ വീട് ഇവിടെ അല്ലായിരുന്നു, അതുകൊണ്ട് തിരിച്ചു വന്നൂടായിരുന്നു. ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ആയിരിക്കും വാപ്പാര് പറയാ. എപ്പോഴും ഈ വാപ്പമാര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ പലപ്പോഴും പെണ്ണുങ്ങളുടെ പക്ഷം മാത്രം നോക്കാറാണ് ഉപ്പമാരുടെ പതിവ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നീതിയാണ് നോക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ധാരാളമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കാണാം അത്തരം സംഭവങ്ങൾ. ഞാൻ അതിലേക്ക് കടക്കുമ്പോഴേക്ക് നമ്മുടെ ഈ വിഷയം ഇവിടെ ബാക്കി വരരുത്, ഇത് ബാക്കിയാവരുത്. റസൂലുള്ളാഹി തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു, ഫാത്തിമ ബീവിയുടെ ഇടനെഞ്ച് കുലുക്കുന്നതായിരുന്നു റസൂലുള്ളാഹിയുടെ പ്രയോഗം. മറുപടി എന്താ നബി തങ്ങളുടെ പ്രതികരണം? ഹബീബിന്റെ പ്രതികരണം വായിക്ക. യാ ഫാത്തിമ ലൗ മുത്തിൽ ബാരിഹ, ഫാത്തിമ ഇന്നലെ രാത്രി എങ്ങാനും നീ മരണപ്പെട്ടിരുന്നെങ്കിൽ ഖബല അൻ തുർളി അലിയ, നിന്റെ ഭർത്താവായ
അലിയെ പൊരുത്തപ്പെടിപ്പിക്കുന്നതിന്റെ മുമ്പ്, അലിയെ തൃപ്തിപ്പെടുത്തുന്നതിന്റെ മുമ്പ് നീ മരിച്ചു പോയിരുന്നെങ്കിൽ, ആ വിവരം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ പിണക്കത്തിലാന്നറിഞ്ഞിരുന്നെങ്കിൽ, ലമാ സ്വല്ലീതു അലൈക്കി, നിന്റെ മേൽ ഞാൻ ജനാർ നിസ്കരിക്കില്ലായിരുന്നു ഫാത്തിമ, നിന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കൂലായിരുന്നു ഫാത്തിമ. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഒരു മോൾക്ക് ഭർത്താവിനോടുള്ള കടപ്പാട് എത്രയാ എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. തീരെ സ്നേഹം ഉണ്ടായില്ലായിരിക്കും വാപ്പാക്ക് മോളോട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ മോളെ ഈ വാപ്പ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു വാപ്പയും ഒരു മോളെയും സ്നേഹിച്ചിട്ടില്ല. ഫാത്തിമത്തു ഖിത്അത്തും മിന്നീ ഫമൻ നാദാഹാ ഫഖദ് ആദാനി. ഫാത്തിമേന്റെ കരളിന്റെ കഷ്ടമാണ്. ഫാത്തിമാനെ ആരെങ്കിലും ശല്യം ചെയ്താൽ അതെന്നെ ശല്യം ചെയ്യുന്നതിന് തുല്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട അലിയാർ പറയുന്നുണ്ട്, ആ കാലഘട്ടത്തിലൊക്കെ ബഹുഭാരിത്വം ഇഷ്ടംപോലെ ഉള്ളൊരു സമയമാണല്ലോ. എല്ലാവർക്കും ഉണ്ട് ഒന്നിലധികം ഭാര്യമാർ, ഒന്നിലധികം ഭാര്യമാർ എല്ലാവർക്കും ഉണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അങ്ങനെ നോക്കിയാൽ എല്ലാവർക്കും ഉണ്ട്. അലി റളിയല്ലാഹുവിന് ഫാത്തിമ ബീവി മരിക്കുന്നത് വരെ രണ്ടാമത്തെ കല്യാണം അലിയാർ കഴിച്ചില്ല. പലപ്പോഴും അന്വേഷണങ്ങൾ പലതും വന്നിട്ടുണ്ട്. അലിയാർ പറഞ്ഞത് ഒറ്റ കാര്യമാണ് എന്നെ അതിൽ നിന്ന് തടഞ്ഞത്. അതെന്താ? ഫാത്തിമത്തു ഖിത്അത്തും മിന്നീ ഫമൻ നാദാഹാ ഫഖദ് ആദാനി. ഫാത്തിമാനെ ഒരാൾ ശല്യം ചെയ്താൽ അതെന്നെ ശല്യം ചെയ്യുന്നതിന് തുല്യമാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണും സഹിക്കൂല രണ്ടാം കെട്ട്. അപ്പൊ ഫാത്തിമാക്കത് ശല്യമാകും. ഫാത്തിമയുടെ മനസ്സ് വേദനിച്ചാൽ മുത്തുനബി വേദനിക്കല്ലോ എന്ന് കരുതിയിട്ടാണ് ഫാത്തിമ ബീവി മരിക്കുന്നത് വരെ ഞാൻ കല്യാണം കഴിക്കാതിരുന്നത്. അതാ പറഞ്ഞത്. ഫാത്തിമ ബീവി മരിക്കുന്നത് വരെ കല്യാണം കഴിക്കാതിരുന്നത് അതുകൊണ്ടാണോ? അത്രത്തോളം പരിഗണിക്കുകയും ഈ മകളെ സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി. പക്ഷെ ഇതിങ്ങനെ പറയാൻ കാരണം ഭർത്താവിനോടുള്ള ബാധ്യതയുടെ കടുപ്പം മകളെ പഠിപ്പിക്കാനാണ്. എന്നിട്ട് മകളോട് പറഞ്ഞു, മോളെ, വാപ്പ എന്താ കണ്ണിൽ ചോരയില്ലാത്ത പ്രതികരണം നടത്തിയത് എന്ന് തോന്നിപ്പോകരുത്. വാപ്പാക്ക് സ്നേഹമില്ല എന്ന് തോന്നിപ്പോകരുത്. അമാലിൻ സൗജി ഹുവ റിളല്ലാഹ് വഗളബു സൗജി ഹുവ ഗളബുല്ലാഹ്. ഭർത്താവിന്റെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തി, ഭർത്താവിന്റെ കോപമാണ് അള്ളാഹുവിന്റെ കോപം. ഇതെന്റെ മോൾക്കറിയൂലേ? ഫാത്തിമയോട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കാൻ, ഇതെന്റെ പ്രിയപ്പെട്ട മോൾക്കറിയൂലേ? അതുകൊണ്ട് അതിനനുസരിച്ച് വേണം കേട്ടോ മോളെ നീ ജീവിക്കാൻ എന്ന് മോളോട് ഉപദേശിച്ചു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് കാണിക്കേണ്ട അദബുകളിൽ ഏറ്റവും എപ്പോഴും ഭർത്താവിന്റെ പട്ടം തന്റെ പക്ഷത്തെക്കാൾ എപ്പോഴും അതിനെ മുന്തിക്കണം. ഭർത്താവ് ഒരു കാര്യം പറയുമ്പോ അത് പരിഗണിക്കണം. ഒരു പക്ഷേ ഭർത്താവ് പറഞ്ഞ വിഷയം നിങ്ങൾ പറഞ്ഞതിനേക്കാൾ മോശപ്പെട്ടതായിരിക്കാം ആ വിഷയത്തിൽ ഭർത്താവിന്റെ അഭിപ്രായം. എന്നാലും പരിഗണിച്ചിട്ട് പിന്നെ നിങ്ങളുടെ അതിലേക്കാൾ ഫിറ്റായ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. സ്വാതന്ത്ര്യമുണ്ട്. ഭാര്യമാരോട് അഭിപ്രായം ചോദിക്കാം. വീട്ടിൽ ആലോചിച്ച് നടത്തേണ്ടതാണ്. ഒരു കാരണവശാലും ഞാൻ സഹോദരന്മാരോട് പറയട്ടെ, തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യരുത്. മക്കളോട് വരെ കാര്യങ്ങൾ ആലോചിക്കണം. മക്കളോട് വരെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടെടുക്കാം തീരുമാനം. ചെറിയ ഒരു കുട്ടിക്ക് പോലും ചിലപ്പോ അവന്റെ ചിന്തയിൽ പോലും നമുക്ക് ബോധ്യപ്പെടാത്തതും നമുക്ക് വരാത്തതുമായ കാര്യങ്ങൾ വരും വരായ്മകൾ ആലോചിക്കാൻ പറ്റും. ഭർത്താവിന്റെ പക്ഷവും നമ്മുടെ പക്ഷവും വരുമ്പോൾ ഭർത്താവിന്റെ പക്ഷത്തിന് എപ്പോഴും മുൻതൂക്കം നൽകുന്നത് നല്ലതാണ്. ഇനി ഞാൻ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇനി പറയുന്ന കാര്യം ഇത് ഗൗരവത്തിലെടുക്കണം. ഒരു ഭർത്താവിനൊരു ഭാര്യ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപകാരം ആ ഭർത്താവിന്റെ ഉമ്മയോടൊപ്പം ഒത്തുപോകുക എന്നതാണ്. ഇതിലും വലിയൊരു ഉപകാരം ഒരു പെണ്ണും ഒരാണിനും ചെയ്യൂല. ദയവ് ചെയ്ത് 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഉമ്മാനെ ഇന്നോ ഇന്നലെയോ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിങ്ങൾ തലയണ മന്ത്രം നടത്തി വെറുപ്പിച്ചു കളയരുത് പ്രിയപ്പെട്ട സഹോദരിമാരെ. ഇതേറ്റവും വലിയ നാശമായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, മാതാപിതാക്കളുടെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട്. മാതാപിതാക്കളുടെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരൂല. നിങ്ങളുടെ ഭർത്താവ് മാതാവിനെ നിങ്ങളുടെ കുശുമ്പുകാരൻ, നിങ്ങളുടെ ഈ ഏഷണി കൂട്ടൽ കാരണം നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ വെറുപ്പിച്ചാൽ
ദുനിയാവിൽ നിന്ന് തന്നെ അതിന്റെ തിക്തവിച്ചാൽ അവന്റെ വിഷമം നിങ്ങൾക്കും കൂടെ അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ ആഖിറത്തിൽ എന്തായാലും അവൻ അനുഭവിക്കേണ്ടി വരും. എവിടെ അനുഭവിച്ചാലും നിങ്ങൾക്കും അത് ബാധകമാകുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കേൾപ്പിക്കട്ടെ. ഉമ്മയും വാപ്പയും അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് നമുക്കൊരു ദിവസം അങ്ങനെ തന്നെ പറയണം. നേരത്തെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ എന്ന് പറഞ്ഞ 3 CD കഴിയുമെങ്കിൽ അത് വാങ്ങി കേൾക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. മാതാപിതാക്കള് മുസ്നദ് അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം. അത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, എന്റെ ഉമ്മയാരാ വാപ്പയാരാ ഒറ്റവാക്കിൽ പറയാമോ? ഉമ്മാനോടും വാപ്പാനോടുമുള്ള അടങ്ങാത്ത കടപ്പാടുകൾ, തീരാത്ത കടപ്പാടുകൾ എനിക്ക് ഒറ്റവാക്കിൽ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഖൽബുള്ള സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, മനസ്സിലാക്കണം. കേട്ടാ പോരാ, മനസ്സിലാക്കണം, കേട്ടു മനസ്സിലാക്കണം. എന്ത്? റസൂലുള്ള പറഞ്ഞു, ഹുമൽ ജന്നത്തു വന്നാർ, ഹുമൽ ജന്നത്തു വന്നാർ. നിന്റെ വാപ്പയും ഉമ്മയും നിന്റെ നരകവുമാണ് സ്വർഗവുമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താണ് ആ വാക്കിന്റെ സൗന്ദര്യം അല്ലേ? ഒറ്റ വാക്കിൽ പറയണം, എന്റെ ഉമ്മയാര്, എന്റെ വാപ്പയാര്. മറുപടി, അവർ നിന്റെ സ്വർഗവുമാണ് നരകവുമാണ് എന്ന് പറഞ്ഞാൽ വാപ്പാനി ഉമ്മാനും പരിചരിച്ച് വാപ്പാനി ഉമ്മാനും സന്തോഷിപ്പിച്ച് നിനക്ക് സ്വർഗം നേടണമെങ്കിൽ സ്വർഗം നേടാം. ആ വാപ്പനി ഉമ്മനും വെച്ച് കളിച്ച് നിനക്ക് നരകം വേണമെങ്കിൽ നരകവും നേടാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ വാക്കിന്റെയൊക്കെ കടുപ്പം? ഹബീബ് റസൂലുള്ളാഹിയാ പറഞ്ഞത്. നല്ല കടുപ്പമുള്ള വാക്ക്, നല്ല സുന്ദരമായ വാക്ക് അല്ലേ? വാപ്പാനും ഉമ്മാനും വെച്ച് കളിച്ച് നരകം വാങ്ങണമെങ്കിൽ പെട്ടെന്ന് സാധ്യമാണ്. വാപ്പാനും ഉമ്മാനും നോക്കി സ്വർഗം വാങ്ങണമെങ്കിൽ അതും സാധ്യമാണ്. വാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്ന ഘടകങ്ങളാണെന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? ഹുമൽ ജന്നത്തു വന്നാർ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരി, നീ ചെയ്യേണ്ടത്, ഒരു കാരണവശാലും നിന്റെ ഭർത്താവിനെ കൊണ്ട് ഉമ്മയെ വെറുപ്പിച്ച് കളയാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ഉമ്മയും നിങ്ങളും തമ്മിൽ എപ്പോഴും ഫൈറ്റാവാൻ പാടില്ല. വീട്ടിലെ നേതൃത്വം എപ്പോഴും കൂടെ താമസിക്കുന്ന കാലത്ത് പ്രത്യേകിച്ചും അത് അമ്മായി ഉമ്മയെ തന്നെ ഏൽപ്പിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്കിടയിൽ ഫൈറ്റ് കൂടും. ആ ഫൈറ്റ് വർദ്ധിക്കുമ്പോൾ അത് ഒരു ശാശ്വത ഫൈറ്റായിട്ട് അത് തുടർന്നു പോകുമ്പോൾ രണ്ടാലൊരു അനിഷ്ടം സംഭവിക്കൽ നിർബന്ധമാണ്. എന്താണത്? ഒന്ന്, അള്ളാഹു തൃപ്തിപ്പെടാത്ത വിവാഹമോചനം. കടലിനും ചെകുത്താനും നടുക്ക് എന്ന് പറഞ്ഞതുപോലെ ഈ നിങ്ങളുടെ ഭർത്താവ് കുടുങ്ങും, ഈ പുരുഷൻ കുടുങ്ങും. ഒന്നുകിൽ ഉമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭാര്യയെ ത്വലാഖ് ചെല്ലേണ്ടി വരും. അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ്. അള്ളാഹു ഒരിക്കലും പൊരുത്തപ്പെടാത്തതാണ്. അപ്പൊ നിങ്ങളെ ത്വലാഖ് ചെല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുത്. അതല്ലെങ്കിലോ ഒന്നുകിൽ നിങ്ങളുടെ ത്വലാഖിൽ കലാശിക്കും, അല്ലെങ്കിൽ മാതാവിനെ വെറുപ്പിക്കുന്നതിൽ കലാശിക്കും. രണ്ടും പറ്റൂല. മാതാവിനെ വെറുപ്പിച്ചാ കഴിഞ്ഞു. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം ഉമ്മമാരുടെ കാൽ കീഴിലാണ്. സ്വർഗം ഉമ്മമാരുടെ കാൽ കീഴിലാണ്. ഈ ഉമ്മാനെ വെറുപ്പിച്ചിട്ട് നിങ്ങളുടെ ഭർത്താവിന് സ്വർഗം കിട്ടാതെ പോയാൽ, അല്ല പെങ്ങളെ, നിന്റെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും നീ മാത്രം സ്വർഗത്തിലായി, നിന്റെ ഭർത്താവ് നരകത്തിലാവൂലേ? ഒരു കാരണവശാലും അമ്മായി ഉമ്മയെ വെറുപ്പിക്കാൻ പാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നല്ല, ഇത് രണ്ടും ഖുർആൻ പ്രത്യേകിച്ച് പറഞ്ഞതുമാണ്. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. ഭാര്യമാരോടുകൂടെ നല്ല നില പെരുമാറണം, സഹവർത്തിത്വം. അത് ഖുർആൻ ഇപ്പുറത്ത് പറഞ്ഞു. അനിഷ്കുർലി വലി വാലിദൈക്, അതും ഖുർആൻ പറഞ്ഞു. മാതാപിതാക്കൾക്ക് ശുക്ർ ചെയ്യണം. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇടയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് ഈ പുരുഷൻ. ഈ ഭർത്താവ് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുക. ഇനി എന്താ ചെയ്യാം? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഉമ്മയും വാപ്പയും മക്കളും കെട്ടിയോനും കെട്ടിയോളും ഒക്കെ നല്ല സന്തോഷത്തിൽ, ഐക്യത്തിലും ഒരുമയിലും ജീവിക്കട്ടെ. അതിലാണ് വീട്ടിൽ സന്തോഷമുണ്ടാവുക. ഇന്നലെ പറഞ്ഞതുപോലെ ചില പരമ്പരാഗത ശൈലികൾ നാം ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും. കാരണം ഭർത്താവിനോട് ഭാര്യയോട് ചെറിയ ഒരു മതിപ്പ് കാണിക്കുമ്പോഴേക്ക്, ഭർത്താവിനോട് ചെറിയ ഒരു മതിപ്പ് ഭാര്യയോട് ചെറിയൊരു മതിപ്പ് കാണിക്കുമ്പോഴേക്ക്, അവളെ ഒന്ന് സ്നേഹിക്കുമ്പോഴേക്ക് ഒരിക്കലും ഉമ്മയുടെ കൽബ് പിടക്കാൻ പറ്റില്ല. ഈ വിഷയത്തിൽ ഉമ്മയോടും കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം പെണ്ണുങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മായി ഉമ്മ മരുമക്കൾ, ഈ പോര്, നാത്തൂൻ പോര്, അമ്മായിമ്മ പോര് എന്നൊക്കെ പറഞ്ഞാൽ അത് പരമ്പരാഗത സംഗതിയാണ്. തുടർന്നിങ്ങനെ പോരാണ്.
തുടർന്ന് പോരുന്നു എന്ന് പറഞ്ഞാൽ ഏതുപോലെ ഖുർആനിൽ ഒരു ആയത്താണ് എന്ന് പറഞ്ഞാൽ ഏതൊരു നബിയെ അല്ലാഹു തആല ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടോ അവരുടെ ഒക്കെ ഉമ്മത്ത് ആ നബിയെ പറ്റി നീ കള്ളനാണ്, നീ ഭ്രാന്തനാണ്, നീ സാഹിറാണ് എന്ന് പറയാതിരുന്നിട്ടില്ല. ഏത് നബി വന്നിട്ടുണ്ടെങ്കിലും ആ നബിന്റെ അനുയായികൾ നീ സാഹിറാണ്, മജ്നൂനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയാൻ ഇവിടുന്ന് അത് പിഴക്കാതെ എല്ലാവരും ഇങ്ങനെ പറയുന്നു ആ തവാസൗ ബിഹി, അവരിങ്ങനെ വസിയ്യത്ത് ചെയ്ത് ഏൽപ്പിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഖുർആൻ. വസിയ്യത്ത് ചെയ്ത് ഏൽപ്പിച്ചതാണോ എന്ന് തോന്നിപ്പോകും ഇത് കണ്ടാല്. സത്യത്തിൽ ഈ അമ്മായിമ്മപ്പോരും നാത്തും പോരും ഒക്കെ കാണുമ്പോൾ ഞമ്മക്കും തോന്നുന്നത് അതാ. ഇന്നിപ്പോ നിങ്ങളെ ഉമ്മാനെ പറ്റി നിങ്ങളോട് കുശുമ്പും കുറുമ്പും പറയുന്ന ഈ പെണ്ണുണ്ടല്ലോ, നിങ്ങൾ ആൺകുട്ടി കല്യാണം കഴിച്ച വെളി ഓളി ഇടയുള്ള ഫൈറ്റ് തീർക്കാൻ നമുക്ക് കഴിയൂല. ഇവളുണ്ടോ നന്നാകുന്നു, ഞാൻ കുറെ പഠിച്ചത് നന്നാഞ്ഞ് ഞാൻ എന്തെങ്കിലും നന്നാവട്ടെ, ഇല്ല, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഡബിൾ നിന്നെ ഞാൻ പഠിപ്പിക്കും. മരുമകളോടുള്ള കാഴ്ചപ്പാട് അങ്ങനെയായിരിക്കും. ഇപ്പൊ ഇവള് പറയും വിദ്യാഭ്യാസ അമ്മായിമ്മമാര് സംസ്കാരമില്ല എന്നൊക്കെ. ഇപ്പൊ ഇവള് നമ്മളെ ഉമ്മാനെ പറ്റി, പക്ഷെ ഈ വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ ഉള്ള ഇവള് അമ്മായിമ്മയാകുമ്പോൾ ഇവളെ കോലും മാറും. അമ്മായിമ്മ മരിക്കുന്ന സമയത്ത് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചതുപോലെ അല്ലേ തുടരാണ്. അമ്മായിമ്മ മരിക്കുമ്പോൾ മരുമകൾക്കൊരു സന്ദേശം കൈമാറും പോലെ, എടി ഞാൻ ശല്യപ്പെടുത്താനുള്ളിടത്തോളം നിന്നെ ശല്യം ചെയ്തു, ഇനി നിന്റെ മരുമകളോട് നീ നോക്കിക്കട്ടോ എന്ന് പറഞ്ഞ് കയ്യും പിടിച്ച് ഏൽപ്പിക്കുന്നത് പോലെ ഇതിങ്ങനെ തുടർന്നു പോവുകയാണ്. ഇതിനൊരു അറുതി വരുന്നില്ല, വന്നേ പറ്റൂ. ഇതൊരു വല്ലാത്ത ദുരന്താണ്. എന്തല്ലത് പറയാൻ ഉമ്മമാർക്ക് മരുമക്കളെ പറ്റി ആവാത്ത ഒരു കാലഘട്ടം ഉണ്ടാവരുത്. ഇതെവിടുന്നാ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പുതുക്കം വന്നിരിക്കുമ്പോ പുതുക്കപ്പന്തലിൽ നിന്ന് തന്നെ ഈ അമ്മായിമ്മ എന്റെ മകളാണിവൾ എന്ന നിലക്കല്ല കൈ പിടിച്ചു കൊണ്ടുവരുന്നത്. ആദ്യമായിട്ട് പുതുക്കപ്പന്തലിൽ നിന്ന് അമ്മായിമ്മ കയ്യും പിടിച്ച് വീട്ടിലേക്ക് കയറ്റുമ്പോ തന്നെ അമ്മായിമ്മ അങ്ങനെ നോക്കുന്നത് നാളെ മുതൽ എതിരിടേണ്ടതാണ്, എങ്ങനെ ഉണ്ട് സാധനവും. ഈ ഒരു മാനസികാവസ്ഥയോടുകൂടി ആ നോട്ടം. ഇവള് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയി അതിന്റെ ഇടയിൽ ഇവളും അമ്മായിമ്മയെ ഒറ്റ നോട്ടത്തിൽ വായിക്കുന്നത് നാളെ മുതൽ അടുക്കളയിൽ ഏറ്റുമുട്ടേണ്ട ഉമ്മ എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഇവളുടെ നോട്ടം. രണ്ടാളും നോക്കുന്നത്. നേരെ മറിച്ച് ഞാൻ എന്റെ ഉമ്മയുടെ അടുത്തുനിന്ന് പോന്നു, ഇനി ഇതാണ് എന്റെ ഉമ്മ. എന്റെ മക്കളെ കെട്ടിച്ചയച്ചു, അവരെന്തെങ്കിലുമൊക്കെ വിരുന്നു വരുള്ളൂ, എന്നാൽ എനിക്കുപകാരപ്പെടേണ്ട പെൺകുട്ടികളുടെ സ്ഥാനത്ത് എനിക്ക് ഉപകാരപ്പെടേണ്ടവളായി ഇവള് എന്നുള്ള ഒരു ചിന്തയിലേക്ക് എന്താ ഉമ്മ വളരാത്തത്? പ്രശ്നം തന്നെയാണ്. എന്ത് തന്നെ ആയാലും നല്ലത് പറയാൻ പഠിക്കാതിരിക്കരുത്, നല്ലത് പറയണം. മരുമക്കളെപ്പറ്റി നല്ല അഭിപ്രായം പറയുന്ന അമ്മായിമ്മമാർ വളരെ കുറവാണ്. ഇത് രണ്ടു കൂട്ടരും നന്നായെങ്കിലേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ എന്ന് പറയാൻ കാരണം ഇത് അനിയന്ത്രിതമായി ഇത് തുടർന്നു പോകുന്നത് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ്. ഒരിക്കലൊരു വീട്ടിലെ ഉപ്പ അദ്ദേഹം ഭാര്യയോട് ചോദിച്ചത്രേ, ഉപ്പ ഉമ്മയോട് ചോദിച്ചു, എടി ഇന്നാരാ കറി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചത്രേ. ചോറ് കഴിച്ചപ്പോഴേ ഇന്നാരാ കറി ഉണ്ടാക്കിയത്? അപ്പൊ ഈ ചോദ്യം കേട്ടപ്പോ കറി ഒട്ടും രുചിയില്ല, എന്തോ പോയിന്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അമ്മായിമ്മ പറഞ്ഞു, ആ ഇന്ന് കറി ഉണ്ടാക്കിയത് ആരാന്ന് ചോദിക്കുന്നുണ്ടല്ലേ, ഇന്ന് എന്റെ കണ്ണങ്ങട്ട് എത്തിയിട്ടില്ല, അതെന്നെ നിങ്ങളെ മരുവളാന്നുണ്ടാക്കി, അതിനുള്ള കോലുമില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഉപ്പ പറഞ്ഞത്രേ, ഒന്നുമല്ല, അന്ന് നല്ല സ്വാദുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ ഈ അമ്മായിമ്മ എടുത്ത വഴിക്ക് പറഞ്ഞത്രേ, അതെ ഉപ്പിട്ടിരുന്നത് ഞാനാണ് എന്ന് പറഞ്ഞാൽ അവകാശവാദം. എന്നാലും സമ്മതിക്കൂല. ഉപ്പിട്ടപ്പോഴേക്കാണ് നന്നായി, ഉമ്മ കൊണ്ടുപോയി ഉപ്പിട്ടപ്പോഴേക്ക് സംഗതിയൊക്കെ വൃത്തിയായി. ഞാൻ പറയുന്നത് ഈ ഒരു അവസ്ഥ മാറണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്തൃമാതാവിന്റെ അഭിപ്രായം എന്താണ്? നല്ലതോ മോശപ്പെട്ടതോ ആയ അഭിപ്രായം ഏതാ ഉള്ളത്? നല്ലതോ മോശമോ? നിങ്ങൾ അവരെ അവഗണിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അവരെ അവഗണിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നാറുണ്ടോ? കുത്തുവാക്കുകൾ പറഞ്ഞു ഉമ്മയെ വേദനിപ്പിക്കാറുണ്ടോ? അമ്മായി ഉമ്മയിൽ നിന്നുണ്ടാകുന്ന ഏതു ദുരനുകളും സഹിക്കാനും പൊറുക്കാനും നിങ്ങൾ സ്വന്തത്തെ പാകപ്പെടുത്തിട്ടുണ്ടോ? ആ പെണ്ണിനെ അൽമർഅത്തു സ്വാലിഹാകാൻ പറ്റൂ. ഇതിൽ പലയിടത്തും പ്രശ്നങ്ങൾ വരും, പലയിടത്തും പ്രശ്നങ്ങൾ വരും. നമ്മൾ മനസ്സിലാക്കിയതുപോലെയൊന്നും അല്ല കാര്യം. കാരണം പലരും ഇതിനെ വളരെ ലാഘവത്തോടെ കാണാറുണ്ട്. ഒരു സഹോദരൻ ഉമ്മയെപ്പറ്റി പരാതി പറഞ്ഞപ്പോ, അതേപ്പറ്റി പരാതി പറഞ്ഞ സമയത്ത് ഒരാൾ തിരിച്ചു പറഞ്ഞത്രേ, നിന്റെ ഉമ്മനെ നോക്കാനല്ല നീ പെണ്ണ് കെട്ടിയിരിക്കുന്നത്, നിനക്ക് സ്വർഗം വാങ്ങാൻ വേണ്ടിയാ നീ പെണ്ണ് കെട്ടിയിരിക്കുന്നത് എന്ന് മറുപടിയും കൊടുത്തു. സംഗതി ഉഷാറായി. ഇത്തരം മറുപടികൾ കൊടുത്ത സ്റ്റേജിൽ നിന്ന് കേട്ടൊരു മറുപടിയാണിത്.
ഒരു കാരണവശാലും പാടില്ല. കാരണം വാപ്പാനി ഉമ്മാനി എവിടെയെങ്കിലും വൃദ്ധസദനങ്ങൾ കിട്ടുകയാണെങ്കിൽ അവിടെ തള്ളണമെന്ന് കരുതുമ്പോഴാണ് ഇത്തരം പ്രസംഗങ്ങളും ഇത്തരം മറുപടികളും ലഭിക്കുന്നതെങ്കിൽ അത് സമൂഹത്തിന് വലിയ ദുരന്തമുണ്ടാക്കും. എന്താ കാരണം? ഉമ്മയാരുപ്പയ എന്ന തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് ഇത്തരം തലതിരിഞ്ഞ കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നത്. ഭർത്താക്കന്മാർക്ക് മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ട സമയത്ത് അവന്റെ വാപ്പനെയും ഉമ്മനെയും വേണ്ടതുപോലെ പരിചരിക്കാൻ കഴിയില്ല. സഹോദരിമാരെ, നിങ്ങൾ തന്നെയാണ് പരിചരിക്കേണ്ടത്. നിങ്ങൾ തന്നെയാണ് പരിചരിക്കേണ്ടത്. ഇതെല്ലാവരും ഓർത്തിരിക്കണമെന്ന് പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകം ഉണർത്തുകയാണ്. ഇനിയും നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഭാര്യ ഭർത്തൃ കുടുംബങ്ങൾക്കിടയിൽ, ഭാര്യയുടെയും ഭർത്താവിന്റെയും കുടുംബങ്ങൾക്കിടയിൽ ഏറിയ കശപിശയുടെയും പ്രശ്നങ്ങളുടെയും ബഹളത്തിന്റെയും കുടുംബകലഹങ്ങളുടെയും പ്രധാന കാരണക്കാരി പോസ്റ്റ്മാൻ ജോലിക്കാരിയായ പെണ്ണാണ്. ഇതും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് അവളുടെ ഉമ്മാക്കുപ്പാക്ക് ഊതി വീർപ്പിച്ചു കൊടുക്കുക. എന്നിട്ടോ ആ ഉമ്മയും ഉപ്പയും അവളെ ബലൂൺ പോലെ വീർപ്പിക്കുക. പിന്നെ വീട്ടിൽ വിട്ട് ഈ വിഷമങ്ങളാം കൂടെ സ്ഫുടനാത്മകമായി പൊട്ടിത്തെറിക്കും. ഇതിനെല്ലാവരും കാരണക്കാരാ. അപ്പൊ പെണ്ണ് ഭർത്താവിന്റെ വീട്ടുകാരൻ നല്ലത് മാത്രം പറയണം. പോസ്റ്റ്മാൻ ജോലി എടുക്കരുത് പെണ്ണ്. എന്നാൽ ഭർത്താവിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിൽ, ഒരു കണ്ണിൽ ചോരയില്ലാത്ത അമ്മായിമ്മ കഷ്ടപ്പെടുത്തുന്ന ആ അമ്മ ഭക്ഷണം കൊടുക്കുന്നിടത്ത് വരെ രണ്ടിട്ട് കാണിക്കുകയാണ്. ഇങ്ങനെ പട്ടിക്കിടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. ആ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ അതിനുള്ള തീരുമാനം ഭർത്താവ് കാണേണ്ടിയും വരും. തൽക്കാലം വീട് മാറി ഭാര്യക്കർഹിക്കുന്ന കാര്യങ്ങളുമായി അവിടെ വെച്ച് ഉമ്മയെ വേറെ ഒരു വീട്ടിൽ സംരക്ഷിക്കേണ്ടി വരും. രണ്ട് ബന്ധവും പൊട്ടിപ്പിരിക്കാനാ. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗൽ. മോശപ്പാക്കുകൾ ഉറക്കെ പറയുന്നത് അല്ലാഹു ഇഷ്ടമില്ല. ഇല്ലാ മൻ ളുലിം, പീഡിതന് പറയാം. ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ തന്റെ ഭാര്യക്കുണ്ടെങ്കിൽ അവൾ ആ കാര്യം അവൾ ഭർത്താവിനോട് തുറന്നു പറയണം. ഭർത്താവ് ഉമ്മാനെ വെറുപ്പിക്കാത്ത രൂപത്തിൽ അതിന് പരിഹാരവും കാണണം. ഇതാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എല്ലാവരെയും കേൾപ്പിക്കുകയാണ്. ഒരു ഭാര്യ ഭർത്താവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഉപകാരം, ആ ഭർത്താവ് ചെയ്യുന്ന ഉപകാരത്തിന് നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മുസന്നഫ് അബ്ദുർ റസാഖിൽ ഒരു ഹദീസ് കാണാം. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, വ ഇന്ന ഖൈറൻ നിസാ, ഏറ്റവും നല്ല പെണ്ണ്, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണ്, അല്ലതീ നുഴ്തിയത് ശകറത്, വല്ലതും കിട്ടിയാൽ കൊടുത്താൽ നന്ദി കാണിക്കുന്ന പെണ്ണാണ്. ഞാൻ ചോദിക്കട്ടെ ഉമ്മമാരോട്, സഹോദരിമാരോട്, ജീവിതത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയതമൻ എങ്ങനെയോ ഒക്കെ കഷ്ടപ്പെട്ട് ഒപ്പിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുവന്ന ഒരു വസ്ത്രം വേണ്ടത്ര പോരാ എന്ന് തന്നെ വെക്കുക. ആ വസ്ത്രം നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? എന്താണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യാറുള്ളത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ചിലരുടെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കാം, എന്ത് ഡ്രസ്സാണിത് അല്ലെ, നോക്കിയ ഉടനെ തന്നെ എവിടുന്ന് കിട്ടിയതാ നിങ്ങൾക്കിത്, ഇതെന്തിനു പറ്റും, ഇക്കാലത്ത് ആരാണ് ഇത്തരത്തിലുള്ള ഡ്രസ്സൊക്കെ ധരിക്കുക? അല്ലെങ്കിലും നിങ്ങൾ ഇത്രയും കാലമായിട്ട് 10-25 കൊല്ലായിട്ട് എനിക്കൊരു നല്ല ഡ്രസ്സ് വാങ്ങിയ പാരമ്പര്യമുണ്ടോ? ഒക്കെ പ്രശ്നം എന്താ? ഈ ഡ്രസ്സ് അവൾ വിചാരിച്ചതുപോലെ ആയില്ല. അതിനപ്പോ ഈ വർത്താനമൊക്കെ പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ, ഞാൻ ഇസ്രാഇന്റെ രാത്രിയിൽ നിങ്ങളെയാണ് കേട്ടോ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത്. സയ്യിദുനാ റസൂലുള്ളാഹി, നിങ്ങളെയാണ് ഞാൻ ഇസ്രാഇന്റെ രാത്രിയിൽ ഏറ്റവും അധികം നരകത്തിൽ കണ്ടത്. എന്താ കാരണം? സ്വഹാബി വനിതകൾ കാരണം തിരക്കി. നബിതങ്ങൾ പറഞ്ഞു, ഭർത്താവിന്റെ ഉപകാരങ്ങളോട് നന്ദികേട് കാണിക്കുന്നവരാണ് നിങ്ങൾ. ഭർത്താവ് ചെയ്തു തരുന്ന ഉപകാരത്തെ നന്ദിപൂർവ്വം സ്മരിക്കുന്നതിന് പകരം നന്ദികേട് കാണിക്കുന്നവരാണ്. എവിടെയെങ്കിലും ഒരു അല്പം പിഴച്ചാൽ ആദ്യം പറയുന്ന വാക്കതായിരിക്കും, അല്ലെങ്കിലും ഞാൻ വന്നിട്ടുണ്ടോ നിങ്ങൾ എനിക്കൊരു നല്ല ഡ്രസ്സ് വാങ്ങിത്തന്നു. എല്ലാം ശരിയാണ്, ഇവൾക്ക് തന്നെ അറിയാം കഴിഞ്ഞ തവണ കൊണ്ടുവന്നത് വരെ ഏറ്റവും മുന്തിയ ഡ്രസ്സാണ്.
ഇപ്പൊ അവൾ വിചാരിച്ചതുപോലെ ആയില്ല എന്ന് കണ്ടപ്പോഴേക്ക് പണ്ട് ചെയ്തു കൊടുത്തതൊക്കെ വെള്ളത്തിലായി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ നിരന്തരമായി ഇങ്ങനെ ചെയ്യുന്നു എന്ന കാരണം കൊണ്ട് നിങ്ങൾ സ്വതക്ക അധികരിപ്പിച്ച് സ്വർഗം നേടണം. അള്ളാഹുവിന്റെ റസൂലിന്റെ അന്നത്തെ സദസ്സിലെ പ്രഭാഷണം അതായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞതാണ്, നിങ്ങൾ സ്വതക്ക അധികരിപ്പിക്കണം. കാരണം ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, ജീവിതത്തിൽ വരും. നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി പറയട്ടെ, ജീവിതത്തിൽ ഭർത്താവിനോട് നന്ദികെട്ട വാക്കുകൾ പറയാതിരിക്കാൻ ശീലിക്കണം. അതേസമയം ഈ കൊണ്ടുവന്നത് ഒരല്പം മോശമാണെങ്കിൽ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് പകരം അയാളോട് നിങ്ങൾ പ്രതികരിച്ചത് മറ്റൊരു പ്രതികരണമായിരുന്നുവെങ്കിൽ നിങ്ങളോട് ആ സഹോദരന്, നിങ്ങളുടെ ഭർത്താവിന് മതിപ്പുണ്ടാക്കും. എന്താണത്? നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ കൊണ്ടുവരുന്ന വസ്ത്രം ഏതും നല്ല അഴകുള്ളതാണ് ഉണ്ടാകാറ്. സാധാരണ നിങ്ങൾ കൊണ്ടുവരുന്ന വസ്ത്രം എപ്പോഴും നല്ല അഴകുള്ളതാണല്ലോ നിങ്ങൾ കൊണ്ടുവരാറുള്ളത്. അല്ലെങ്കിലും നിങ്ങൾ വാങ്ങിത്തന്ന ഡ്രസ്സുകൾ ഞാൻ ധരിക്കുമ്പോ എന്റെ കൂട്ടുകാരികളൊക്കെ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, നിന്റെ ഭർത്താവിന് നല്ല സെലക്ഷൻ അറിയാലോ. എന്തങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് ജാക്കി വെക്കണേന് കുഴപ്പം? ഭർത്താവിനെ ജാക്കി വെക്കുന്നതിനൊരു കുഴപ്പമില്ല, വെച്ചോ. കാരണം ഇത് നഷ്ടപ്പെടാനുള്ള കേസല്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും നല്ല വസ്ത്രങ്ങളാ നിങ്ങൾ പലപ്പോഴും കൊണ്ടുവരാനുള്ളത്, ഇതും അത്ര മോശമൊന്നും അല്ല, എന്നാലും ഇതൊക്കെ പറഞ്ഞിട്ടൊരെന്നാലും പറഞ്ഞാൽ ഭർത്താവ് ഉടനെ തന്നെ അതെടുത്തിട്ട് ഭർത്താവ് പറയാണ്, വേണ്ട നമുക്കിത് മാറ്റിക്കളയാം. കാരണം മൂപ്പരൊരു മതിയായ ആളാന്ന് മൂപ്പർക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി പ്രശ്നമൊന്നുമില്ല. നേരെ മറിച്ച് ആദ്യത്തെ പ്രതികരണത്തിലേക്ക് വേണമെങ്കിൽ ഉടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒറ്റയേറായിരിക്കും. ആദ്യത്തെ പ്രതികരണത്തിന്റെ ഫലം അതായിരിക്കും. രണ്ടാമത്തെ പ്രതികരണത്തിന്റെ ഫലം ഇതായിരിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയടിക്ക് ഡിസോർഡറായി കിടക്കുന്ന വീട് കാണുമ്പം പൊട്ടിത്തെറിച്ചാൽ അതിൽ സഹകരണം ഉണ്ടാകൂല. അതേസമയം നീ തന്നെ വസ്ത്രം മാറി വെച്ച് ചൂലെടുത്ത് അടിക്കുകയാണെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവൾ ഓടി വന്ന് കൈക്ക് പിടിച്ചിട്ട് നിങ്ങൾ അടിക്കണ്ട ഞാൻ അടിച്ചോളാം എന്ന് പറയും. അത് രണ്ട് പ്രതികരണമാണ്. ഇന്ന് വെറുതെ OM സഖാഫി എന്നോട് തമാശ പറഞ്ഞു, ഞാനിന്ന് മുറ്റടിച്ചു നോക്കി ആരും വന്ന് കൈപിടിച്ചില്ല. അദ്ദേഹം തമാശ പറഞ്ഞതാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത്തരം താഴലുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഇത്തരം താണുകൊടുക്കലുണ്ടാകുമ്പോൾ അത് ആണും വീഴും പെണ്ണും വീഴും, സ്വാഭാവികമാണ്. അപ്പൊ ഇയാളിത് മാറ്റിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അത് മാറ്റിവെക്കുന്ന സമയത്ത് നിങ്ങൾ സാധാരണ കൊണ്ടുവരുന്നത് നല്ല ഡ്രസ്സാണ് ആവാറുള്ളത്. ഇത് കടയിലാ വെളിച്ചത്തിന്റെ മയത്തിൽ, വെളിച്ചക്കളിയിൽ ഒരുപക്ഷെ നിങ്ങൾ കുടുങ്ങിപ്പോയതായിരിക്കാം, പെട്ടതായിരിക്കാം. ഒരിക്കലൊക്കെ ഇങ്ങനെയും വേണ്ടേ ഒരു ചേഞ്ച്? എപ്പോഴും നല്ല തന്നെ കൊണ്ടുവന്നാൽ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അയാളെ സുഖിപ്പിക്കുമ്പോ അയാള് നമുക്കത് മാറ്റിക്കളയാ എന്ന് പറയുമ്പോ വേണമെങ്കിൽ ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിനക്കൊന്നും കൂടെ പറയാൻ പറ്റും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ചൂലിന് വന്ന് പിടിക്കുമ്പോ നമുക്ക് പറയാ, വേണ്ട മോളെ, എന്റെ മോളെന്നെ എടുക്കേണ്ട വീട്ടിലെ പണി എല്ലാം കൂടെ തിരക്കുകൊണ്ടല്ലേ എന്ന് വെറുതെ ഒരു കമാൻഡ് അടിക്കുക, ചൂല് കൊടുക്കും ചെയ്യാന്ന് പറഞ്ഞു എന്നതുപോലെ വേണമെങ്കിൽ അവിടെ നിങ്ങൾക്കും ഇടപെടാം. വേണ്ട, ഒറ്റ തവണയല്ലേ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ, എനിക്ക് നിങ്ങൾ കൊണ്ടുവന്നത് ഇഷ്ടാ. ഇത് കുറച്ച് മോശമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നത് എനിക്ക് ഇഷ്ടമാണ്. അതിൽ ആ ഭർത്താവിന്റെ മനസ്സിന് എന്തൊരു സന്തോഷം ഉണ്ടാകും. ഇതാണ് നബിതങ്ങൾ പറഞ്ഞത്, ഇന്ന ഖൈറൻ നിസാ ഇൻ ഉഅ്തിയതു ശകറത് അല്ലതി ഇൻ ഉഅ്തിയതു ശകറത്. വല്ലതും കിട്ടിയാൽ നല്ല നന്ദി പ്രകടിപ്പിക്കുന്ന പെണ്ണ്, വഇന്നം സകം അൻഹാ, വല്ലതും കിട്ടാതെ വരുമ്പോൾ സബറത്ത്, ക്ഷമിക്കുന്ന പെണ്ണ്, ഈ പെണ്ണാണ് ലോകത്തെ ഏറ്റവും നല്ല പെണ്ണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ഭർത്താവിനെ നിങ്ങൾ പൂർണ്ണമായി അവൻ ചെയ്യുന്ന ഉപകാരത്തിന് നന്ദി കാണിക്കണം. ഇനി ഒരു കാര്യവും കൂടെ പറയട്ടെ, കുറഞ്ഞ സമയമേ ഉള്ളൂ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാരോട് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ബാധ്യത, ഭർത്താവിന്റെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കരുത്. ഇത് വലിയൊരു ഹോബിയാക്കിയ നല്ല ഒരു വിഭാഗം പെണ്ണുങ്ങളുണ്ട്. ഭർത്താവിന്റെ കുറ്റവും കുറവും മറ്റുള്ളവരോട് പറയുക, അയൽപക്കത്തൊക്കെ നടന്ന് പറയുക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രായം ചെന്ന ഉമ്മമാർക്കാണ് ഈ രോഗമൊക്കെ പലപ്പോഴും ഉണ്ടാവാറുള്ളത്.
കുറച്ചൊക്കെ പ്രായമാകുമ്പോ നേരം വെളുത്ത് വൈകുന്നേരം വരെ അടുത്ത അയൽപക്കങ്ങളിലൊക്കെ നടന്നിട്ട് ഭർത്താവിന്റെ കുറ്റവും കുറവും പറയുന്ന പെണ്ണുങ്ങളുണ്ട്. ഈ വാക്ക് ഒരുപക്ഷെ അവരെ മാറ്റി ചിന്തിപ്പിച്ചെങ്കിലോ മുത്തുനബി പറയുന്നു, ഇന്നീല ഉബഗിദുൽ മർഅത തഖ്റുജു മിൻ ബൈതിഹാ തശ്കൂ സൗജഹാ തജുറു ദൈലഹാ തശ്കൂ സൗജഹാ സ്വദഖ റസൂലുള്ളാഹി. എന്താ അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ അതിന്റെ പുലർച്ച നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മൾ കാണുക അല്ലേ? ഫാത്തുമാത്ത നേരം വെളുത്താങ്ങിട്ട് ഇറങ്ങാണ് അയമാക്കാന്റെ കുറ്റം പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഇന്നീല ഉബഗിദുൽ മർഅ, ഒരു പെണ്ണിനെ എന്റെ കണ്ണിന്റെ നേരെ എനിക്ക് കണ്ടൂടാ. ഒരു പെണ്ണിനോട് എനിക്ക് മഹാവെറുപ്പാ. ഏതാണ് ആ പെണ്ണ്? തഖ്റുജു മിൻ ബൈതിഹാ, നേരം വെളുത്താ പൊരേന്നിറങ്ങും. തജുറു ദൈലഹാ, അവളുടെ വസ്ത്രം അടിച്ചുവാരിങ്ങനെ നടക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നേരെ അർത്ഥം വെക്കേണ്ട ഒരു സംഗതിയല്ലത്. ഇതൊക്കെ ഭാഷാപ്രയോഗങ്ങളാണ്. അതിന് വസ്ത്രം വലിച്ചഴിച്ച് നടക്കണമെന്നില്ല. പറഞ്ഞതിന്റെ അർത്ഥം സഹോദരിമാര് അല്പം താഴ്ത്തിയാ തുണി ഉടുക്കേണ്ടത്, പുരുഷന്മാര് നിര്യാണ്ട മേലെയാ ഉടുക്കേണ്ടത്, സഹോദരിമാര് കാൽപാതടക്കം മൂടുന്ന രൂപത്തിലാണ് പർദ്ദയൊക്കെ ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ഈ സഹോദരിമാർക്ക് അങ്ങനെ ഒരു വിട്ടുവീഴ്ച ഇസ്ലാം കൊടുത്തത് അല്ലേ? സഹോദരിമാരുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, നബി ഞങ്ങൾ ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് വഴിയിൽ കാലിങ്ങനെ മൂടിയില്ല എന്നുള്ള മട്ടിൽ ഡ്രസ്സ് ഉണ്ടാകുമ്പോൾ വഴിയിലെ പൊടിപടലങ്ങളൊക്കെ പിടിക്കും, എന്താ നബിയെ പരിഹാരം? പിന്നെ ആ ഡ്രസ്സ് നിസ്കരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം വരുമ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യുതഹിറു മാ ഖബ്ലഹാ മാ ബഅദഹാ മാ ഖബ്ലഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശേഷം വരുന്ന മണ്ണ് ഏതെങ്കിലുമൊക്കെ നജസുകളിലൂടെ ഇത് വലിഞ്ഞു നീങ്ങിയെങ്കിൽ ശുദ്ധമായ മണ്ണിലൂടെ നീങ്ങുമ്പോൾ അത് ശുദ്ധിയാവും എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയുണ്ട്. നേരെ മറിച്ചോ പുരുഷന്മാര് താഴ്ത്തി ഉടുത്താലോ അവരുടെ നിസ്കാരത്തെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞതോ, ഇന്നല്ലാഹു ലാ യഖ്ബലു സ്വലാത മുസ്ബിലിൻ നിസാറാൻ, മുണ്ട് വലിച്ചഴച്ച് നടന്നവന്റെ നിസ്കാരം സ്വീകരിക്കൂല. കാരണം അവന്റെ പാൻസിന്റെ തലപ്പില് എപ്പോഴും ഏതുണ്ടാകും, അവന്റെ പാൻസിന്റെ തലപ്പിൽ എപ്പോഴും അഴുക്കുണ്ടാവും. കാരണം ഈ റോഡരികിലൊക്കെ പശു കാഷ്ടിച്ചിട്ടുണ്ടാകും, മൂത്രമൊഴിച്ചിട്ടുണ്ടാകും, അതിലൂടെ അങ്ങനെ അടിച്ചു വലിച്ച് നടക്കല്ലേ. വൈക്കം മുഹമ്മദ് ബഷീർ തോട്ടി എന്നാണ് അവനെ വിളിച്ചത്. ചൂൽ പാൻറ് എന്ന് വിളിച്ചിട്ടുണ്ട്, തോട്ടി എന്ന് വിളിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ട്. എല്ലാ ആശയങ്ങളോടും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ചില ആശയങ്ങൾ പലപ്പോഴും പൊരുത്തപ്പെടാൻ പറ്റിയ തരത്തിലുള്ളതുണ്ട്. അവിടെ കണക്കിന് പരിഹസിച്ചു ഒരു മോഡേൺ വസ്ത്രധാരിയെ. ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരല്പം വിട്ടുവീഴ്ച തന്നെ കൊടുക്കാൻ കാരണം. അപ്പൊ പെണ്ണുങ്ങൾ സാധാരണ ഇങ്ങനെ നടക്കുമ്പോൾ വസ്ത്രം ഇങ്ങനെ അടിച്ചുവാരി നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് നബി തജുറു ദൈലഹ എന്ന് പറഞ്ഞത്. അതൊന്നും അതിന് കണക്കല്ല. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അടിച്ചുവാരിയോ അല്ലേ എന്നുള്ളതല്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം വെറുതെ ഇങ്ങനെ ഏക്കട്ടി നടക്കുക. തജുറു ദൈലഹ നമ്മൾ പറയാറുണ്ടല്ലോ, ഏക്കട്ടി നടക്കുക, ചെറിയും തോളിലിട്ട് നടക്കുക എന്നൊക്കെ പറയാറുണ്ട്. തജുറു ദൈലഹ, അലക്ഷ്യമായി ഇങ്ങനെ നടക്കുന്നു, നേരം വെളുത്ത ആ വസ്ത്രവും വലിച്ച് അങ്ങനെ നടക്കും. തശ്കൂ സൗജഹാ, എന്താ പാത്തുമ്മത്താത്താക്ക് പറയാനുള്ളത്? തന്റെ ഭർത്താവ് പോക്കരുകാക്കയെ പറ്റിയുള്ള പരാതിയാണ്. തശ്കൂ സൗജഹാ. 36 നേരം വെളുത്താങ്ങട്ട് ഇറങ്ങും, എന്നിട്ട് ആദ്യത്തെ പരെ പോവും. പിന്നെ നമ്മളോടുണ്ടൊരു മൂപ്പര് ഇങ്ങോട്ട് തുടങ്ങും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരെ പോയിട്ടും തുടങ്ങും. സ്വന്തം ഭർത്താവിന്റെ കുറ്റം മറഞ്ഞ് നടക്കുന്ന പെണ്ണ്, ആ പെണ്ണിനെ എനിക്ക് മഹാവെറുപ്പാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ശ്രദ്ധിക്കണം, ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്, റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി തെറ്റല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഭർത്താവിനെ അനുസരിക്കണം. തെറ്റല്ലാത്ത എന്ത് ഭർത്താവ് പറഞ്ഞാലും കേൾക്കണം. മതവിരുദ്ധമല്ലെങ്കിൽ അവന്റെ അഭിപ്രായത്തെ മാനിക്കണം. ഭർത്താവിനെ അനുസരിക്കുന്നത് എത്ര പുണ്യകരമാണ്. ഒരിക്കൽ ഒരു പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാൻ, യാ റസൂലല്ലാഹ് അന വാഫിദത്തുൻ നിസാ, നബിയെ ഞാൻ പെണ്ണുങ്ങളുടെ പ്രതിനിധിയാണ്. ഞാൻ ഒറ്റക്കല്ലട്ടോ, ഞാനാ ചോദിക്കുന്നതെങ്കിലും ഒരു കൂട്ടം പെണ്ണുങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ചോദ്യമാണിത്. ഈ ചോദ്യം ഒരു വിഭാഗം പെണ്ണുങ്ങളെ പ്രാതിനിധ്യമുണ്ട് ഇതിന്, എല്ലാവരെയും പ്രതിനിധാനം ചെയ്യുന്ന ചോദ്യമാണ്. ഞാൻ പെണ്ണുങ്ങളുടെ പ്രതിനിധിയായി വന്നതാണ്, എന്നെ ഒരു ടീം വിട്ടതാണ് ഇലൈക തങ്ങളിലേക്ക്. എന്താ പ്രശ്നം? സുമ്മദക്കറത്ത് മാലിർ റജുലി ഫിൽ ജിഹാദി മിനൽ അജ്രി വൽ ഗനീമ. നബിയെ, ഈ ആണുങ്ങൾക്ക്, കയ്യൂക്കുള്ള ആണുങ്ങൾക്ക് യുദ്ധത്തിന് പോകാൻ പറ്റും,
അതുപോലെ തന്നെ നബിയെ പൊതുരംഗത്തിറങ്ങിയിട്ട് ഒരുപാട് കൂലി വാരിക്കൂട്ടാൻ അവർക്ക് കഴിയും, ലാഭവും കൂലിയൊക്കെ വാരിക്കൂട്ടാൻ കഴിയും. എന്നിട്ട് ആ പെണ്ണ് പറയാണ്, അതൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് ആണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അവസരമുണ്ട്. ഫമാലനാ മിൻ ദാലിക യാ റസൂലല്ലാഹ്, ഇതിലൊക്കെ ഞങ്ങൾക്ക് എന്താ ഉള്ളത് നബിയേ എന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, അബ്ലിഗി മൻ ലഖീതി മിനൻ നിസാ, നിന്നോട് മാത്രം, നിന്റെ ചോദ്യം മാത്രമാണെങ്കിൽ നിന്നോട് പറയുമായിരുന്നു, അല്ല നീ ഒരു ടീമിന്റെ പ്രതിനിധിയല്ലേ, അതുകൊണ്ട് ഇതാ മറുപടിയും അങ്ങനെ തന്നെയാണ്. അബ്ലിഗി മൻ ലഖീതി മിനൻ നിസാ, നീ കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞാളെ പെണ്ണേ, എന്താ പറയേണ്ടത്, ഈ വിവരം എത്തിക്ക്. നീ കാണുന്ന പെണ്ണിനൊക്കെ അന്ന ത്വാഅത്ത സൗജി, ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത്, വഅ്തിറാഫൻ ബിഹഖ്ഹി, ഭർത്താവിന്റെ പക്ഷം മാനിക്കുക എന്നത്, ഭർത്താവിനെ മാനിക്കലും ഭർത്താവിനെ അംഗീകരിക്കലും, യഅ്ദിലു ദാലിക, ഈ ശ്രമകരമായ ജിഹാദിന്റെ കൂലിയോട് കടപിടിക്കും, അതിന് സമാനമാണെന്ന് പറയൂ. വഖലീലും മിൻകുന്ന മൻ യഫ്അലുഹു, പക്ഷേ ഇത് ചെയ്യാൻ നിങ്ങളെ കൂട്ടത്തിൽ വളരെ കുറഞ്ഞ ആളുകൾക്കേ കഴിയൂ ഭർത്താവിനെ അംഗീകരിക്കാൻ. ഭർത്താവിനെ അംഗീകരിക്കുകയാണെങ്കിലേ ഈ ആണുങ്ങൾ യുദ്ധക്കളത്തിൽ പോയി വാളിന്റെ വെട്ടും ശരങ്ങളുടെ കുത്തുമൊക്കെ ഏറ്റ് നേടിയെടുക്കുന്ന കൂലിയേക്കാൾ ഗനീമത്തിനേക്കാൾ വലുതാണ് അള്ളാഹു നിങ്ങൾക്ക് തരുന്നത്. ഒരു പെണ്ണ് മരിക്കുമ്പോ ഭർത്താവ് അവളെ തൊട്ട് സംതൃപ്തനാണെങ്കിൽ ദഹലത്തിൽ തന്നെ അവൾ സ്വർഗത്തിൽ കടന്നു. സയ്യിദുനാ റസൂലുള്ളാഹി പറയാ, അവൾക്ക് സ്വർഗത്തിലെത്തിപ്പെടാൻ അത് മതി. ഞാൻ ചോദിക്കട്ടെ, എത്ര സഹോദരിമാർ ആഗ്രഹിക്കുന്നുണ്ട് ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിക്കണം? എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ ചോദിക്കണം, നിങ്ങൾ ഹൃദയം കൊണ്ടൊന്ന് തുറന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാം? എന്നാ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിക്കണം എന്നുണ്ടോ ഇത് കിട്ടാൻ? അത് വേണ്ട. നിങ്ങളോട് നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമുണ്ടായിരിക്കെ മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മരിച്ചതിന് ശേഷം വേറൊരു കല്യാണം കഴിക്കാൻ സാധ്യത ഉണ്ട്. ആ കല്യാണത്തിൽ ആ പെണ്ണ് നിങ്ങളെക്കാൾ സമർത്ഥയായിരിക്കാം, സ്നേഹം അങ്ങോട്ട് നീങ്ങിയേക്കാം, ഇതിനൊക്കെ സാധ്യതയുണ്ട്. ഇതൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഒരു കുട്ടി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാ സത്യം. അല്ല, എല്ലാവരും ഭർത്താവ് പോയാലും ഇവിടെ കൂടണം തന്നെയാണ് എല്ലാവരുടെയും ചിന്ത. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നല്ലതാ. ഭാര്യയില്ലാതെ ജീവിക്കുക എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമായിരിക്കും, വളരെ പ്രയാസകരമായിരിക്കും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ ചെറുപ്പത്തിലങ്ങ് മരിച്ചു, ഭർത്താവിന് നല്ല ഇഷ്ടമുള്ള സമയത്ത് ആ പെണ്ണിനൊന്നും നഷ്ടപ്പെടാനില്ല. വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. പക്ഷേ അങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെ കുറവായിരിക്കും. വളരെ ചെറുപ്പത്തിൽ മരിക്കുമ്പോൾ നല്ല സ്നേഹമുള്ള സമയത്തായിരിക്കും. പലപ്പോഴും പ്രായാധിക്യം കൂടുമ്പോൾ വൃദ്ധ ദമ്പതികളിൽ പലപ്പോഴും സ്നേഹം വളരെ വളരെ കുറഞ്ഞു വരുന്ന ഒരു വേണ്ടാത്ത സ്വഭാവം പലപ്പോഴും കാണുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. ആരോഗ്യം നഷ്ടപ്പെടുന്ന കാലത്ത് പിന്നെ അവരുടെ അടുപ്പം കുറയുന്നു. ഉണ്ടാവരുത്. 90 വയസ്സുള്ള ഭർത്താവും 85 വയസ്സുള്ള ഭാര്യയും പരസ്പരം നല്ല സ്നേഹത്തിൽ കഴിയണം. അവരന്നും ഒരേ റൂമിൽ കിടന്ന് അവർക്ക് ഒരുപക്ഷെ അവരുടെ ആരോഗ്യങ്ങളൊക്കെ കെട്ടു, ശാരീരിക ബന്ധത്തിനൊന്നും സാധിച്ചില്ലെങ്കിലും ഒരേ റൂമിൽ കിടന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെക്കണം. അതാ വേണ്ടത്. എത്രയോ ആളുകളുണ്ട്, എത്ര പ്രായമായിട്ടുണ്ടെങ്കിലും അവരുടെ ഭാര്യമാരെ ഇന്നലെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പോലെ സന്തോഷിപ്പിക്കുകയും തമാശ പറയുകയും ജീവിച്ച് കളിച്ച് ഉല്ലസിച്ച് തമാശ പറഞ്ഞ് ജീവിക്കുന്ന സഹോദരന്മാർ, ദമ്പതികളുണ്ട്. പക്ഷെ പലപ്പോഴും പ്രായം കഴിഞ്ഞാൽ മൂപ്പര് വേറെ, 36 വേറെ, പിന്നെ അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണ് നാട്ടിൽ കാണുന്നത്. സ്നേഹം കുറഞ്ഞു പോകും. ഈ ഒരവസ്ഥ എന്തായാലും തുടരാൻ പറ്റിയതല്ല. സ്നേഹബന്ധം ഉണ്ടാവണം. മരിക്കോളും നല്ല സ്നേഹത്തിലും ബന്ധത്തിലുമാണ് കഴിയേണ്ടത്. അതാണ്, ആ മാതൃകയാണ് നമ്മുടെ മക്കൾക്ക് നാം കാണിച്ചു കൊടുക്കേണ്ടത്. ഒരു 10-50 വയസ്സാകുമ്പോഴേക്കെന്നെ കെട്ടിയോളം ഒരു പാട്ടിലാക്കി, കെട്ടിയോൻ വേറൊരു പാട്ടിലായി, ഇങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അവർ തമ്മിൽ ഒരു സംസാരവുമില്ല, വീട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, ഒഴിഞ്ഞിരുന്ന് ഉള്ളു തുറന്നൊന്ന് സംസാരിക്കുന്നില്ല, പഴയകാല രസങ്ങളും തമാശകളും ഒക്കെ ഒന്ന് പറയാലോ. പ്രായം ചെന്ന ആളുകൾക്ക് ഒഴിഞ്ഞിരുന്ന് നല്ല ഒഴിവുള്ള സമയമായിരിക്കും, അപ്പൊ ഒക്കെ പറഞ്ഞ് രസിക്കാൻ പറ്റിയ സമയമാണ്. പക്ഷെ ഇതൊന്നും പലപ്പോഴും ചെയ്യാറില്ല. അപ്പോഴാണ് ഖൽബ് വീണ്ടും വീണ്ടും അടുക്കുക. കാരണം നാളെ സ്വർഗത്തിൽ ഇതൊന്നുമല്ലല്ലോ കഥ.
നാളെ സ്വർഗത്തിൽ 33 വയസ്സിൽ രണ്ടുപേരും ഒരുമിച്ച് കൂടും. സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചത് അങ്ങനെയാണ്. സ്വർഗത്തിലെ ആണിനും പെണ്ണിനും സെയിം പ്രായമാണ്, ഒരേ പ്രായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു 33 33-ൽ ഏറ്റവും നല്ല പ്രായം 33-ൽ ആണും പെണ്ണും ഒരുമിച്ച് കൂടുന്നു സ്വർഗത്തിൽ. എന്തോ ഒരു രസമുള്ള ജീവിതം. അവിടെ രസങ്ങൾക്ക് അവസാനമില്ല, അവിടെ യുവത്വം അവസാനിക്കുന്നില്ല. 34-ാമത്തെ വയസ്സ് വരുന്നില്ല, എന്നും 33. പ്രായം കൂടുന്നില്ല. അങ്ങനെ അനന്തമായ കാലഘട്ടം ജീവിക്കുന്നു. ആ അനന്തമായ കാലഘട്ടത്തിൽ എപ്പോഴും ആദ്യരാത്രികളുടെ ആസ്വാദനങ്ങള്, ആദ്യരാത്രികളുടെ ടേസ്റ്റുകള്, ഇതൊക്കെ സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. എന്ന് പറഞ്ഞാൽ പരസ്പര പരിചയമുള്ള സ്നേഹബന്ധത്തിലേക്ക് കടന്നിങ്ങ് വന്ന് പരസ്പരം പരിചയപ്പെട്ട് ഏതാനും ദിവസം മാത്രം പഴക്കമുള്ള ഒരു ജീവിതത്തിന്റെ ടേസ്റ്റ് അനുഭവിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന. എന്തായാലും പ്രായമാകുന്ന സമയത്ത് ദമ്പതികളെ ഉപേക്ഷിക്കുമ്പോൾ, പരസ്പരം സ്നേഹം ഒഴിവാക്കുമ്പോൾ പരലോകം നഷ്ടപ്പെടും. നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഒന്നിക്കുന്നതിന് അത് തടസ്സമാകും എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെയും സഹോദരന്മാരെയും ഒരുമിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭർത്താവിന് പൂർണ്ണ തൃപ്തി ഉണ്ടായിരിക്കെ ഒരു പെണ്ണിന് മരിക്കാൻ പറ്റിയാൽ അവൾ സ്വർഗത്തിലാണ്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇനി ഒരു പെണ്ണ് ചെയ്യേണ്ട ഒരു പെണ്ണിന്റെ ബാധ്യത, അവള് സ്വൈരവിഹാരം നടത്തരുത്. വെറുതെ ആട്ടിനെ വിട്ടതുപോലെ അങ്ങാടിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കരുത് പെണ്ണേ, നീ പാടില്ല. ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങല്ലേ എന്ന് പറഞ്ഞാൽ ഇറങ്ങരുത്. ഇനി ഭർത്താവ് പറഞ്ഞില്ലെങ്കിലും വെറുതെ പെണ്ണ് പുറത്തിറങ്ങരുത്. ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പറ്റൂല. ഭർത്താവ് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞത് തന്നെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട് വിട്ടൊരു പെണ്ണ് പുറത്തിറങ്ങിയാൽ ലഅനഹുല്ലാഹു വമലായികതുഹു, അല്ലാഹുവും അവന്റെ മലക്കുകളും ആ പെണ്ണിനെ ശപിക്കും. ഹത്താ തതൂബ, അവൾ തൗബ ചെയ്യുന്നതുവരെ, ഔ തർജിയ, അല്ലെങ്കിൽ വീട്ടിലേക്ക് മടങ്ങി വരുന്നതുവരെ. അവളെ പേരിൽ അല്ലാഹുവും അതുപോലെ തന്നെ മലക്കുകളും ശപിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് സദസ്സിൽ നിന്നൊരു സഹാബി എഴുന്നേറ്റിട്ട് ചോദിച്ചത്, വഇൻ കാന വാലിമൻ യാ റസൂലല്ലാഹ്, നബിയെ അവൻ അക്രമിയായ ഭർത്താവാണെങ്കിലോ? പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞത് അക്രമമായി മാറും ചിലപ്പോ. ആ രൂപത്തിലാണ് അവന്റെ കൽപ്പന വന്നതെങ്കിലോ? ഖാല വഇൻ കാന വാലിമാ, കേട്ടോളൂ, അക്രമ സ്വഭാവത്തിലാണ് അവൻ പറഞ്ഞത് എന്ന് വെക്കുക. ഉദാഹരണത്തിന്, വാപ്പ മരിക്കാൻ കിടക്കാണ് അപ്പുറത്ത്. ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് പുറത്തിറങ്ങരുത്. സഹോദരന്മാരെ, ഒരു കാര്യം വേണം, അവളുടെ വാപ്പാനെയും ഉമ്മാനെയും കാണാനുള്ള സ്വാതന്ത്ര്യം തടയരുത്, അവരെ പരിപാലിക്കാനുള്ള സ്വാതന്ത്ര്യം തടയരുത്. നേരത്തെ പറഞ്ഞതൊക്കെ ഇവിടെയും ബാധകമാണ്. അവളുടെ ഉമ്മാനെയും വാപ്പാനെയും വെറുപ്പിക്കരുത്, അതൊക്കെ വേറെ വിഷയം. പക്ഷേ ഒരു പെണ്ണിന് വാപ്പനെക്കാളും ഉമ്മനെക്കാളും ബാധ്യത അവളുടെ പുതിയാപ്പിളയോടാണ്. മുത്തുനബി പറഞ്ഞില്ലേ, അത് പരിഗണിച്ചുകൊണ്ടായി പറഞ്ഞത്. പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞാൽ വാപ്പക്ക് സുഖമില്ലാഞ്ഞാൽ പോലും പോകാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. പക്ഷേ ഒരല്പമെങ്കിലും ചോറ് തിന്നുന്നവനാണെങ്കിൽ അങ്ങനെ ഒരു നിയമം പാസാക്കരുത്. അത് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ പൊയ്ക്കൂടാ. നോക്കൂ നിങ്ങൾ, ഒരു സഹാബി യാത്ര പുറപ്പെടുമ്പോൾ തന്റെ ഭാര്യയോട് പറഞ്ഞു, തട്ടിൻ മുകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ പാടില്ല. നേരം നിനക്ക് ഉള്ള ഭക്ഷണം ഞാൻ എത്തിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ മാളിക മുകളിൽ നിന്ന് താഴോട്ട് പോലും ഇറങ്ങാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണോ? മാളിക മുകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ പാടില്ല. കർശനമായി വിലക്കി. സുബ്ഹാനല്ലാഹ്, താഴെ ഇറങ്ങാൻ പിതാവ് സ്വന്തം വീട്ടിന്റെ താഴെയുണ്ട്, ആ വീട്ടിന്റെ താഴെ തന്നെയുണ്ട്. താഴെ തട്ടിൽ പിതാവുണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് പിതാവുള്ളത്. അവിടത്തേക്ക് പിതാവ് രോഗിയായിട്ട് അതാ മരിക്കാൻ കിടക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോ ഈ പെണ്ണ് അതുവരെ സഹിച്ച് ആ സമയത്ത് മുത്തുനബിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. നബിയേ, എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. കാര്യത്തിലാ പറഞ്ഞത്? അതെ. കണ്ണും മുഖവും ചുവപ്പിച്ച് വളരെ കാര്യത്തിലാ പറഞ്ഞത്. ഒരു നിലക്കും ഇറങ്ങാൻ പറ്റൂല, മാളിക മുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, താഴോട്ടിറങ്ങാൻ പാടില്ല. ഭർത്താവേ, റസൂലേ, വാപ്പ മരിക്കാൻ കിടക്കുകയാണ്,
ഭർത്താവിന് ഇഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ഇറങ്ങാം, ഇവിടെയൊക്കെ നിയമം അതാണ്. പക്ഷേ ഇവിടെ ഇഷ്ടമില്ല എന്നെനിക്ക് ഉറപ്പാണ് എന്ന് ഈ പെണ്ണ് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, എങ്കിൽ ഇറങ്ങണ്ട, അത്വീഇ സൗജകി, നീ നിന്റെ ഭർത്താവിനെ അനുസരിച്ചോ. അങ്ങനെ അതാ ഫമാത്ത, വാപ്പ മരിച്ചു. ആ സമയത്താണ് വാപ്പ മരിച്ചപ്പോ മരിച്ചു, ഇനിയെങ്കിലും ഇറങ്ങട്ടെ. അവൾ സമ്മതം ചോദിച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു, അത്ര ഒരു കർശന സ്വഭാവക്കാരനാണെങ്കിൽ അത്വീഇ സൗജകി, നീ നിന്റെ ഭർത്താവിനെ അനുസരിക്ക. അങ്ങനെ വാപ്പായുടെ ഖബറടക്കവും കഴിഞ്ഞു. ഫദുഫിന അബൂഹാ, ആ സമയത്താണ് സയ്യിദുനാ റസൂലുള്ളാഹി ഇത് പറഞ്ഞതൊക്കെ ഈ പെണ്ണ് കേട്ടു, എന്നിട്ടും ഇറങ്ങിയില്ല എന്ന് കേട്ടപ്പോ ഹബീബിന്റെ മനസ്സിളകി. എന്തൊരു നല്ല പെണ്ണ്. അന്ന റിളല്ലാഹ് ഫീ റിളസ്സൗജ്, ഭർത്താവിന്റെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തി എന്ന് ഉറപ്പിച്ചിട്ടാണല്ലോ ഈ പെണ്ണ് ഇത്രയും ചെയ്തത്. ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, സാലിഹീങ്ങളായ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന പെണ്ണുങ്ങളാണ് എന്ന് ഖുർആൻ പറഞ്ഞതാണല്ലോ. ഇത് മാത്രാണല്ലോ ഈ പെണ്ണ് ഇങ്ങനെ ചെയ്യാൻ കാരണം. അല്ലാഹുവിന്റെ റസൂൽ ആളെ പറഞ്ഞയച്ചു. ഫഅർസല ലഹാ യുഖ്ബിറുഹാ അന്നല്ലാഹ ഖദ് ഗഫറ ലി അബീഹാ ബിതാഅതിഹാ ലി സൗജിഹാ. ഇതിനായിരിക്കാം ഇങ്ങനെ ഒരു ആകസ്മിക സംഭവം ഇവിടെ സംഭവിച്ചത്. നിന്റെ വാപ്പാക്ക് സ്വർഗം കിട്ടാൻ അധികാരമില്ലായിരുന്നു, നിന്റെ വാപ്പ തെറ്റുകുറ്റങ്ങൾ ചെയ്തയാളായിരുന്നു. പക്ഷേ ആ വാപ്പയുടെ രോഗം കാണാൻ പോകാതെ, ആ വാപ്പ മരിച്ചിട്ട് പോലും ഭർത്താവിനെ അനുസരിച്ച് നീ മാളിക മുകളിൽ നിന്നു, ഭർത്താവിനെ അനുസരിച്ചു എന്നതുകൊണ്ട് നിന്റെ വാപ്പായുടെ പാപം അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. ആ വാപ്പാനെ അല്ലാഹു സ്വർഗത്തിൽ കടത്തിയിരിക്കുന്നു. ഈ പെണ്ണിന് വിവരമറിയിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയൊക്കെ ചില താല്പര്യങ്ങൾ അതിലുണ്ടായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. യാദൃച്ഛികമല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹിക്മത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നത് എന്നർത്ഥം. ഇമാം തൊബറാനി ഉദ്ധരിച്ച ഹദീസിലാണ് ഈ സംഭവം ഉള്ളത്. ഇതൊക്കെ നേരിട്ട് കിതാബുകളിലുള്ള സംഭവങ്ങൾ, അതും തന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നതായി പറഞ്ഞ സംഗതികളൊക്കെ. അപ്പൊ ഒരു ഭർത്താവിനെ അനുസരിക്കുന്നതിന്റെ കടുപ്പം എത്രത്തോളം ഉണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് തിരിഞ്ഞിട്ടുണ്ടാകും, മനസ്സിലാക്കിയിട്ടുണ്ടാകും നിങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും പെണ്ണുങ്ങൾ പുറത്തിറങ്ങി ഇങ്ങനെ കറങ്ങുന്ന പരിപാടി ഒരിക്കലും ഉണ്ടാവരുത്. അവരവരുടെ നാണം പുറത്ത് കാണിച്ച് വെറുതെ സ്വൈരവിഹാരം നടത്തരുത്. ഞാൻ അങ്ങോട്ട് കടന്നു വരണമെന്ന് കരുതിയതാണ്. നേരത്തെ ഓതി വെച്ച സൂറത്തുന്നൂറിലെ ആയത്ത് മനഃപൂർവ്വം അത് മാറ്റിവെക്കേണ്ടി വരികയാണ്. കാരണം 10:30 വരെയാണ് നമ്മുടെ സമയം, അതിപ്പോൾ കഴിഞ്ഞു. അതുകൊണ്ട് തൽക്കാലം ഞാനിനി അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നീടൊരിക്കൽ നമുക്കിതുപോലെ അവസരം കിട്ടുമ്പോൾ ഇനിയും ബാക്കി ഭാഗങ്ങൾ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് പ്രസംഗിക്കുമ്പോൾ അവസാനത്തെ പ്രസംഗം, ആ പ്രസംഗത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ചില ബാധ്യതകളുണ്ട്. പെണ്ണുങ്ങൾ ചോദിച്ചു, എന്താണത്? ആണുങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറയാണ്, ഫഹഖുക്കും അലൈഹിന്ന, പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് കാണിക്കേണ്ട ബാധ്യത അല്ലാ യൂതിഇന ഫുർഷക്കും മൻ തക്റഹൂൻ വഅല്ലാ യഅ്ദന്ന ഫീ ബുയൂതിക്കും മൻ തക്റഹൂൻ. നിങ്ങൾ വെറുക്കുന്നവരെ നിങ്ങളെ ബെഡിലേക്ക് കൊണ്ടുവരരുത്, നിങ്ങൾ വെറുക്കുന്നവരെ നിങ്ങളെ വീട്ടിലേക്ക് അവർക്ക് അഡ്മിഷൻ നൽകരുത്. ഇതാണ് സഹോദരിമാരെ പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ. എത്രയോ ഭാഗങ്ങളിൽ ഗൾഫ് സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ കടന്നു കയറിയപ്പോൾ ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവും ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയും ധാരാളമാണ്. ഒരു കാരണവശാലും ഉണ്ടാവരുത്, വിശ്വാസവഞ്ചന നടത്തരുത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും മോശപ്പെട്ട ഒരു സംഗതിയാണ്. ഇതിങ്ങനെ പറയേണ്ടി വരുന്നത് നാട്ടിൻപുറങ്ങളിൽ നിന്ന് കേൾക്കുന്ന റിപ്പോർട്ടുകൾ അത്രയും കടുപ്പമുള്ള റിപ്പോർട്ടുകളാണ്. 3 മക്കളുള്ള ഒരു സഹോദരൻ തന്റെ ഭാര്യയെ കാണാൻ 2 കൊല്ലം ഗൾഫിൽ, ഭാര്യയെ കാണാതെ ഇവളെയും മക്കളെയും പോറ്റണല്ലോ എന്ന് കരുതിയിട്ട്, ഇവർക്ക് ചോർന്നൊലിക്കാത്ത ഒരു വീട് വേണമല്ലോ എന്ന് കരുതിയിട്ട് 2 കൊല്ലം വീട്ടിൽ കഷ്ടപ്പെട്ട് ഒരു ലീവിന്, ചെറിയ ഹ്രസ്വമായ ലീവിന് വീട്ടിലേക്ക് വരികയാണ്. കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങി, കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടും അവൾക്ക് വിളിച്ചു. അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു, ഇതാ ഞാൻ വരുന്നുണ്ട്
മോളെ ഞാൻ വണ്ടിയിൽ കയറിയിട്ടുണ്ട്, ഇതാ വരാട്ടോ. അപ്പോഴാണ് തൊട്ടടുത്ത അയൽക്കാരൻ അന്യമതസ്ഥനോടൊപ്പം, ഇവിടെ മതം അതിന്റെ സാഹചര്യം അങ്ങ് പറഞ്ഞു എന്ന് മാത്രം, മതം ഏതായാലും ശരി, അന്യ ഒരാളുടെ കൂടെ പോകുന്നത് ആ കാര്യത്തിൽ മതത്തിന് വേർതിരിവൊന്നുമില്ല. അതാ സംഭവിച്ച കേസിലുള്ളത് അങ്ങ് പറഞ്ഞതാണ്. അന്യമതസ്ഥന്റെ കൂടെ ഇവള് ഏകദേശം ഇയാളുടെ വീട്ടിലേക്ക് എത്തുന്നതിന്റെ ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ഇവൾ ഇറങ്ങിപ്പോവുകയാണ്. വന്നു കിടക്കുമ്പോ 3 മക്കൾ വാപ്പയെ സ്വീകരിക്കാൻ വീട്ടിലുണ്ട്. ഏറെ പ്രതീക്ഷയോടെ ദാഹത്തോടെ തന്നെ സ്വീകരിക്കാൻ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നിലെത്തുന്ന ഭാര്യയെക്കുറിച്ചുള്ള സ്വപ്നം ചില്ലുകൊട്ടാരം പോലെ തകർന്നു. കേൾക്കുന്നത് വീട്ടിൽ ആർപ്പും വിളിയാണ്, ഇവൾ ഇറങ്ങിപ്പോയി എന്ന വാർത്തയാണ്. 2 മക്കളുള്ള ഒരുമ്മ ആ 2 മക്കളെയും കയ്യിലേൽപ്പിച്ചിട്ട് ഒരു ഫാൻസി കടക്കാരന്റെ കൂടെ പോയി. ഒന്ന് കോഴിക്കോട് ജില്ലയിലും ഒന്ന് മലപ്പുറം ജില്ലയിലും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ പറയുന്ന ഒരു കാരണവശാലും ഈ ഫിത്നക്കുള്ള പ്രധാന കാരണം ഇന്നത്തെ സഹോദരിമാരുടെ അനിയന്ത്രിതമായ ഫോൺ ഉപയോഗങ്ങളാണ്. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, അള്ളാഹുവിനെ പേടിച്ച് ഈ സംഗതികളിൽ നിന്ന് നമ്മൾ പിന്മാറണം. ഈ സംഗതികളിൽ നിന്ന് നമ്മൾ പിന്മാറണം. ഒരു കാരണവശാലും സ്വന്തം നിങ്ങളെ പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്ന ഭർത്താക്കന്മാരെ വഞ്ചിക്കരുത്, ഒരു കാരണവശാലും വഞ്ചിക്കരുത് എന്ന് പ്രത്യേകം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. മറന്നുപോകരുത്. എത്രയോ സഹോദരിമാർ ഇത്തരത്തിൽ വഷളാകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. സ്വന്തം ഭർത്താവിന് നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, നിങ്ങളെ മക്കളെ കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ഒരാൾക്കും താല്പര്യമില്ല ഗൾഫിൽ പോയി ജീവിതം തുലക്കണമെന്ന്. പക്ഷേ സാഹചര്യം അവനെ ഗൾഫുകാരനാക്കി മാറ്റിയതാണ്. ഇത് മറന്നുപോകരുത്. പ്രവാസികളുടെ ഭാര്യമാരോട് പ്രത്യേകിച്ച് നോക്കൂ, നിങ്ങള് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന റീഹ ഫുറൂജി സാനീന വസ്സാനിയാത്ത് തുദീ അഹ്ലന്നാർ. വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാരുടെ ഉഹ്യസ്ഥാനത്തു നിന്നൊഴുകുന്ന നാറുന്ന നീര്, ദുർനീര്, ആ ദുർനീരിന്റെ നാറ്റം തുദീ അഹ്ലന്നാർ, അത് നരകാവകാശികളെ മൊത്തം ശല്യം ചെയ്യും. ഗൈറ സാനീൻ, വ്യഭിചാരികളല്ലാത്ത നരകാവകാശികൾക്ക് അവർക്ക് പോലും അത് ശല്യമായി മാറും. നരകത്തിൽ തീയാണ്, അദാബുകളുടെ 100 കൂട്ടം കഥകളാണ് നരകത്തിൽ. എന്നാൽ അതൊക്കെ സഹിക്കുമ്പോഴും ഈ പാവപ്പെട്ട നരകാവകാശികൾ അന്ന് പറയും, എന്ത്? മിൻ ശിദ്ദത്തി നതനിഹാ, ഈ ദുർനീരിന്റെ നാറ്റത്തിന്റെ കടുപ്പം കൊണ്ട് അവര് ചോദിക്കുകയാണ്, ആരാണ് നമ്മളെ ശല്യം ചെയ്യുന്നത്? ആരാണിവിടെ ഈ മണപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാരാണ്. ഓർക്കണം കേട്ടോ, മറക്കണ്ട. തൗബയില്ലാതെ മരിക്കേണ്ടി വന്നാൽ ഗതികേടിതായിരിക്കും. നിങ്ങൾ ഇത്തരം അവിഹിത ബന്ധങ്ങളിൽ എപ്പോഴാണോ മരണത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കണ്ടീഷനും പറയാൻ പറ്റില്ല, എപ്പോഴാണോ മരിക്കുന്നത് അന്ന് നമ്മൾ ആ സമയത്ത് നമുക്ക് തൗബ കിട്ടുമെന്നുറപ്പിക്കാൻ ഒരു ചാൻസുമില്ല. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അല്ലാഹു തൗബ സ്വീകരിച്ചാൽ അല്ലാതെ രക്ഷപ്പെടാനാ ഒക്കില്ല. തൗബ സ്വീകരിക്കും എന്ന് പറയാൻ, തൗബക്ക് ചാൻസ് ലഭിക്കും എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തട്ടെ, ഒരിക്കലും ഭർത്താവിനെ വഞ്ചിക്കരുത്. അതുപോലെ തന്നെ ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട്. 2 കൂട്ടരും ഉണ്ടാവാൻ പാടില്ല. 2 കൂട്ടരും നാശമാണ്. 2ഉം നാശമാണ്, യാതൊരു സംശയവും വേണ്ട. എത്രയോ ആളുകൾ ഗൾഫിൽ നിന്ന് കിട്ടുന്ന പണം തികയാതെ വരുന്നവര്, കാരണം ഇത്തരത്തിലുള്ള ദുശ്ശീലങ്ങൾ കേറിക്കൂടിയവര്, കള്ളുകുടിയന്മാർ. ആ കള്ളുകുടിയന്മാർക്ക് നാളെ നരകത്തിൽ നൽകപ്പെടുന്നത് ഈ വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാരുടെ ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് ഒഴുകുന്ന നീരാ അവർക്ക് കുടിക്കാൻ കൊടുക്കുകയാണ്. ഇത്രയും ദുഷിച്ച നീര്. കള്ളുകുടിയും വ്യഭിചാരവും തമ്മിലുള്ള ഒരു ബന്ധം അല്ലേ? കുപ്പി പൊട്ടിച്ചാൽ പിന്നെ വളകിലുങ്ങാൻ കൂടുതൽ അകലം ഉണ്ടാവില്ല. അതാണ് അതിന്റെ കാരണം. ആ ഒരു പൊരുത്തം ശിക്ഷയുടെ കാര്യത്തിലുണ്ട്.
അപ്പൊ ഇത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ ജീവിതം നാം റാഹത്തോടെ സന്തോഷത്തോടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ ചിട്ടപ്പെടുത്തി എടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നല്ല ഒരു ഭാര്യയായിട്ട് ജീവിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസത്തും മിൻ സഅദത്തി ഇബ്നി ആദം. 3 കാര്യം ഒരു മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ്. 3 കാര്യം ഒരു മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ്. ഏതാണ് ആ 3 കാര്യങ്ങൾ? അൽ മർഅതു സ്വാലിഹ വൽ മസ്കനു സ്വാലിഹ് വൽ മർകബു സ്വാലിഹ്. നല്ല ഒരു പെണ്ണിനെ കിട്ടുക, നല്ല ഒരു വീടുണ്ടാവുക, നല്ല ഒരു വാഹനമുണ്ടാവുക, ഇതൊരു മനുഷ്യന്റെ സൗഭാഗ്യമാണ്. വേറെ റിപ്പോർട്ടിലുണ്ട് 4 കാര്യം. അത് നല്ല ഒരു കുട്ടി എന്നതും കൂടെയാണ് കൂട്ടി എണ്ണിയത്. ഒരു മനുഷ്യന് കിട്ടിയേക്കാവുന്ന ഏറ്റവും നല്ല സൗഭാഗ്യം 3 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 4 കാര്യമാണ്. നല്ല പെണ്ണ്, നല്ല കുട്ടി, നല്ല വീട്, നല്ല വാഹനം. ഇതൊക്കെ വേണം. അതൊക്കെ ഒരു മനുഷ്യന് വേണ്ട സംഗതിയാണ്. എന്നാലോ അതേ നാക്കുകൊണ്ട് തന്നെ മുത്തുനബി പറഞ്ഞു, വസലാസത്തും മിൻ ശഖാവത്തി ഇബ്നി ആദം. മനുഷ്യന്റെ പരാജയങ്ങളിൽപ്പെട്ടതാണ് കേട്ടോ 3 കാര്യം. അതേതാണ്? അൽ മർഅതു സൂ വൽ മസ്കരു സൂ വൽ മർകബു സൂ. ചീത്ത പെണ്ണ്, ചീത്ത വാഹനം, ചീത്ത വീട്. ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചവർക്ക് ശരിക്കും ബോധ്യപ്പെടും. ശരിയാണ് ഉസ്താദെ ആ പറഞ്ഞത്, അള്ളാന്റെ റസൂലാ പറഞ്ഞത് വളരെ കറക്റ്റാണ് അല്ലേ. ഒരു ചീത്ത പെണ്ണിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് ബോധ്യപ്പെടും, ശരി തന്നെ കേട്ടോ, ഇത്രത്തോളം വണ്ടിയും വലിയും വേറെ ഒന്നുമില്ല, അതൊന്ന് കിട്ടി തരായാൽ അവനെ പോലെ വലഞ്ഞോനുണ്ടാവില്ല. നാക്ക് നീളമുള്ള ഒരു പെണ്ണിനെ കിട്ടിയാൽ, ദുസ്വഭാവിനിയായ ഒരു പെണ്ണിനെ കിട്ടിയാൽ, അതുപോലെ തന്നെ വാഹനം കേടുവന്നാൽ അതും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും. വാഹനം ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ബോധ്യപ്പെടും. വാഹനം മര്യാദക്കല്ലെങ്കിൽ, വലിയ വാഹനത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഒരു 2 വീലർ മതി മര്യാദക്കല്ലെങ്കിൽ മനുഷ്യനായിരിക്കാക്കാൻ. സൈഡാക്കാൻ ഒരു 2 വീലർ മതി. എന്നും കേട്, എന്നും വർക്ക്ഷോപ്പിൽ പോകുന്ന വഴി ഒന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ ഇടക്ക് കുടുങ്ങിപ്പോവുക. നല്ലൊരു വണ്ടി കിട്ടുക എന്ന് പറഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. അതേസമയം എപ്പോഴും കേടുവരുന്ന മോശപ്പെട്ട വണ്ടിയാണെങ്കിലോ അത് എന്നും അവന് ഹലാക്കായിരിക്കും. അത് ആ വണ്ടി പ്രസ്ഥാനക്കാർക്ക് വേഗം ബോധ്യപ്പെടും. അതുപോലെ തന്നെ നല്ല വീട് അല്ലെ, ചില വീട്ടിൽ താമസിക്കാൻ ഒരു സുഖവും ഉണ്ടാവില്ല. നല്ല ഒരു വീട് പാർക്കുന്ന സ്ഥലത്ത് വെള്ളം ഉണ്ടാകുക, കറണ്ട് ഉണ്ടാകുക, വെള്ളം, വെളിച്ചം, മറ്റു സൗകര്യങ്ങൾ, അതുപോലെ തന്നെ പൈശാചിക ബാധ ഇല്ലാതിരിക്കുക, നല്ല ജീവിക്കാൻ സൗകര്യമുള്ള ഒരു വീട് അതുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ ഗുണമാണ്. അതേസമയോ പാർക്കാൻ സുഖമില്ലാത്തൊരു വീട് കിട്ടിയാൽ അവനും തെണ്ടി. അയൽപക്കക്കാർ നന്നാവുക, അതൊക്കെ അതിന്റെ ഭാഗമാണ്. അയൽപക്കക്കാർ നന്നാവൂല്ലെങ്കിൽ, അയൽക്കാരൻ നന്നായില്ലെങ്കിൽ വീട്ടിന് വില തന്നെ കുറയും. കാരണം വീട്ടിന് വില കൂട്ടുന്നതും കുറക്കുന്നതും അയൽക്കാരനാണ്. അവിടെ ജീവിക്കാൻ അത്ര സുഖവും ഉണ്ടാകും, ദുഃഖവും ഉണ്ടാകും, അയൽക്കാരൻ നന്നാവുന്നതിനും കേടുവരുന്നതിനും അനുസരിച്ച്. അതൊക്കെ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു നല്ല ഭാര്യയാവണം, നിങ്ങളൊരു നല്ല ഭർത്താവണം, ഒരു നല്ല കുടുംബമാവണം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് ഇതാണ് കുടുംബം. പക്ഷേ ഇന്ന് നമ്മളിൽ പലർക്കും അങ്ങനെയല്ല. നിങ്ങളുടെ കുടുംബം അങ്ങനെയാണോ എന്ന് ഓരോരുത്തരും സ്വന്തം നഫ്സിനോടൊന്ന് ചോദിക്കണം. ഇത് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം, സഹോദരിമാരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്താവ് ഒഴിവു സമയം എവിടെ ചെലവഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? കൂടുമ്പോൾ ഇമ്പമുള്ളതാണോ നിങ്ങളുടെ കുടുംബം എന്ന് തെളിയിക്കാൻ ഏറ്റവും നല്ല മാർഗമാണത്. നിങ്ങളുടെ ഭർത്താവ് ഒഴിവ് കിട്ടിയ പീഡിക കൊലായിൽ പോയിരിക്കുകയാണോ? നല്ല കുടുംബമാണ്, അതുകൊണ്ടാണ് ആ ഇരുത്തിയിരിക്കുന്നത്. പീഡികത്തിണ്ണയിലും സുഹൃത്തുക്കളുടെ കൂടെ റോട്ടിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ കറങ്ങിയും താമസിച്ചും അയാൾ സമയം ചെലവഴിച്ച് രാത്രി 2 മണിക്ക് 3 മണിക്ക് വീട്ടിലേക്ക് കയറി വരുന്നതാണോ സ്വഭാവം? ഇയാൾ ഇത്രത്തോളം വൈകാൻ നിങ്ങളുടെ റോള് വല്ലതും ഉണ്ടോ? നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു നല്ല ഭാര്യയാകാത്തതിന്റെ പേരിലാണോ, അതോ അയാളൊരു നല്ല ഭർത്താവാകാത്തതിന്റെ പേരിലോ? എന്തു ആവാം. സഹോദരിമാരെ, ഇത്തരം പുരുഷന്റെ ഹൃദയം നിങ്ങൾ കീഴ്പ്പെടുത്തി ഒഴിവ് കിട്ടിയാൽ വീട്ടിലെത്തണം. പരമാവധി സമയം കിട്ടാവുന്നത്ര വീട്ടിൽ എനിക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന മട്ടിലേക്ക് ഭർത്താവിനെ മാറ്റണം. കിട്ടാവുന്നത്ര വീട്ടിൽ താമസിക്കുക എന്നുള്ള ചിന്തയിലേക്ക് ഭർത്താവിനെ മാറ്റാൻ സാധിക്കണം. അപ്പോഴേ നിങ്ങളുടെ വീട് മസ്കനാവുള്ളൂ, ഭർത്താവിന്റെ വീട് മസ്കനാവുള്ളൂ. എത്ര കുറച്ച് വീട്ടിൽ നിൽക്കാൻ പറ്റുമോ അത്ര നിൽക്കുക. കൂടുതൽ പീഡികത്തിണ്ടയിലും റോട്ടിലും ബസ് സ്റ്റോപ്പിലും എന്ന ഒരു ചുറ്റുപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെങ്കിൽ അവന്റെ വീട് മസ്കനല്ല.
ശാന്തി നികേതനമാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ, മസ്കൻ എന്ന അറബി ഭാഷയിൽ പറഞ്ഞത് നിങ്ങൾ ആ സുക്കൂന് സമാധാനമാകുന്ന നിങ്ങൾ അവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ്. കമ്പിയും സിമന്റും മരവും എല്ലാ കെട്ടിടത്തിനുമുണ്ടാകും. അതുകൊണ്ടല്ല മസ്കനായത്. ആട്ടിൻകൂടും പട്ടിക്കൂടും ലോഡ്ജും ഇതൊക്കെയും ഇതുപോലെ കമ്പിയും സിമന്റും മരവും ഒക്കെ കൊണ്ടുണ്ടാക്കിയതാണ്. അതിന്റെയൊക്കെ മെറ്റീരിയൽസ് ഇതൊക്കെയാണ്. അതൊന്നുമല്ല വീടിന്റെ പ്രത്യേകത. വീട് മസ്കനായി മാറുന്നത് എപ്പോഴാണ്? കമ്പിയും സിമന്റും മരവും ഒക്കെ ഉപയോഗിച്ചാണ് വീട് ഉണ്ടാക്കിയത്. പക്ഷേ ആ വീടിന്റെ പേര് മസ്കൻ. എന്തേ കാരണം? അവിടെ തപിക്കുന്ന ഹൃദയത്തെ തണുപ്പിക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവിടെയാണ് മസ്കനായത്. സമാധാനം തേടിച്ചെല്ലാൻ പറ്റുന്ന വീടായത് അവിടെയാണ്. ലോഡ്ജോ സത്രമോ ആകരുത് വീട്. കഴിയുന്നത്ര കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് തോന്നുന്ന, അതിന് താൽപര്യപ്പെടുന്ന മസ്കനായി മാറണം. അതിനെന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മുൻകൈയെടുക്കണം. സഹോദരന്മാരും വെറുതെ സമയം അങ്ങിങ്ങായി കൊന്നുകളയാൻ പാടില്ല എന്ന് പ്രത്യേകം ഉണർത്തട്ടെ. സഹോദരിമാരെ, ഭർത്താവിനെ പരമാവധി സ്വീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖൈറുൻ നിസായി തസുറുക ഇദാ അബ്സർത വതുതിഉക ഇദാ അമർത വതഹ്ഫദു ഗൈബക ഫീ നഫ്സിഹാ വമാലിക്. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏറ്റവും നല്ല പെണ്ണ് ആരാണവൾ? തസുറുക ഇദാ അബ്സർത. അവളെ മുഖത്തേക്ക് അങ്ങ് നോക്കിയാൽ തന്നെ നിനക്ക് ഭയങ്കര സന്തോഷായിരിക്കും. അത് പെണ്ണിന്റെ കഴിവാണ്. ആ പെണ്ണ് എപ്പോഴും പവർ കെട്ടുപോലെ നിൽക്കാൻ പാടില്ല. എപ്പോഴും ദുഃഖിച്ച നിൽപ്പ് നിൽക്കരുത്. എപ്പോഴും ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ പറ്റിയ രൂപത്തിലാകണം നിൽക്കേണ്ടത്. തസുറുക ഇദാ അബ്സർത. അതിന് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒന്നാം ദിവസം ഇന്നലെ നമ്മൾ പറഞ്ഞു, ഭാര്യയെ പ്രസവാനന്തര ശുശ്രൂഷകൾ ഭാര്യയ്ക്കില്ല. വേണ്ടത്ര ഭക്ഷണമില്ല, വെള്ളമില്ല, ഇങ്ങനെ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാത്ത, ആരോഗ്യകാര്യം ചിന്തിക്കാത്ത, ഭാര്യയ്ക്ക് മനസ്സമാധാനം നൽകാത്ത ഭർത്താവ്, അയാൾ കുറച്ചു കഴിയുമ്പോൾ ഭാര്യയുടെ ശരീരം അതാ വിളറുകയാണ്. ആ ഭാര്യയുടെ ശരീരം അതാ മങ്ങിപ്പോവുകയാണ്. ആ ശരീരത്തിന് അകാല വാർദ്ധക്യം വരികയാണ്. അപ്പോൾ മൂപ്പരുളുപ്പില്ലാതെ രണ്ടാം കെട്ടിനിറങ്ങുന്നു. ഞാൻ പറയട്ടെ, ഒന്നാം ഭാര്യയെ വേണ്ടതുപോലെ ശുശ്രൂഷിക്കണം. ആവശ്യമെങ്കിൽ 2, 3, 4 വരെ കല്യാണങ്ങളാവാം. അതിന് തടസ്സം പറയുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഒന്നാം ഭാര്യയെ കൈയൊഴിക്കുന്ന, രണ്ടാം ഭാര്യയെ മാത്രം നോക്കുന്ന ഈ ചുറ്റുപാടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. നീതി പോലെ നോക്കണം. എല്ലാവരെയും സ്നേഹിക്കണം. എല്ലാവരെയും സ്നേഹിച്ച് അവർക്ക് ആരോഗ്യത്തിന്, മനസ്സമാധാനത്തിന് ആവശ്യമായ സംഗതികളൊക്കെ നൽകി അങ്ങനെ ജീവിക്കണമെന്ന് പ്രത്യേകം സഹോദരന്മാരോട് ഉണർത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. നല്ല ഭാര്യ മുഖത്തുക്കൊക്കിയാൽ തന്നെ സന്തോഷമുള്ള പെണ്ണാണ്. വാ തുതീഉക ഇദാ അമർത. നീ വല്ലതും പറഞ്ഞാൽ ഉടനെ നിന്നെ അനുസരിക്കുന്ന പെണ്ണാണ്. വതഹ്ഫദു ഗൈബക ഫീ നഫ്സിഹാ വമാലിക്. അവളുടെ നഫ്സിന്റെ കാര്യത്തിലും നിന്റെ സമ്പത്തിന്റെ കാര്യത്തിലും നീ സ്ഥലത്തില്ലാത്തപ്പോൾ അത് കീപ്പ് ചെയ്യുന്നവളാണ് യഥാർത്ഥത്തിൽ നല്ല ഭാര്യ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത്തരത്തിലുള്ള ഒരു നല്ല ഭാര്യയും ഭർത്താവുമാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.